പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നഞ്ഞ് വെടിയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സഹോദരി സഹോദരന്മാരെ, മാർച്ച് മാസം 8-ാം തീയതിയാണ് മഹാരാഷ്ട്ര പോലീസ് തേജസ് മഖ്വാന എന്ന 19-കാരനെ അറസ്റ്റ് ചെയ്തത്. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ 3 മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ പിതാമഹൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് താൻ കട്ടെടുത്ത 11,55,000 രൂപ അത് ഉപയോഗപ്പെടുത്തി തൻ്റെ 15-കാരിയായ ഗേൾ ഫ്രണ്ടിനോടൊപ്പം ആസ്വദിച്ച് ജീവിക്കുകയായിരുന്നു. ഇത്ര ഒരു വലിയ തുക, അതും തൻ്റെ മുത്തച്ഛൻ്റെ സമ്പാദ്യം വളരെ സമർത്ഥമായി കട്ടെടുക്കുവാൻ എന്താണ് താങ്കളെ പ്രേരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് തേജസ് നൽകിയ മറുപടി, ഒരല്പകാലത്തെ ജീവിതമുണ്ട്, അത് പരമാവധി ആസ്വദിച്ച് ജീവിക്കണം എന്നതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന്. ഒരു മാസം കഴിഞ്ഞ് 2012 മാർച്ച് മാസം 26-ാം തീയതി ബാംഗ്ലൂർ പോലീസ് ഫഹീം ഖുറൈശി എന്ന 18-കാരനെ അറസ്റ്റ് ചെയ്തത് സ്വന്തം മാതാവിൻ്റെ തലക്കിടിച്ചു കൊന്നു എന്ന കുറ്റത്തിനാണ്. എന്തിന് മാതാവിൻ്റെ തലക്കിടിച്ചു കൊന്നു എന്ന ചോദ്യത്തിന് ഫഹീമിന് നൽകാനുണ്ടായിരുന്ന മറുപടി, താൻ മാതാവിനോട് പലതവണ മദ്യപിക്കാൻ വേണ്ടി പണം ചോദിച്ചിട്ട് ആവശ്യമായത്ര തന്നില്ല, കുറച്ചേ തന്നുള്ളൂ എന്നതായിരുന്നു. നമ്മുടെ കേരളത്തിൽ ആലപ്പുഴയിൽ നിന്ന് ഒരു 15-കാരനെ, കേരള പോലീസ് അദ്ദേഹത്തിൻ്റെ പേര് വ്യക്തമാക്കിയിട്ടില്ല, ഏറെ 1 മാസം കഴിഞ്ഞ് മെയ് മാസം 9-ാം തീയതി അറസ്റ്റ് ചെയ്തപ്പോൾ തൻ്റെ കൂട്ടുകാരനെ താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവനും ഇഷ്ടപ്പെടുന്നു എന്ന തോന്നലുകൊണ്ടാണ് താൻ കൊല്ലാൻ ശ്രമിച്ചത് എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. ഏറെ വിവാദമായ 2012 ഡിസംബർ മാസം 16-ാം തീയതി ഡൽഹിയിൽ നടന്ന കൂട്ടബലാത്സംഗ കേസിലെ
6 പ്രതികളിൽ ഒരാൾ 17-കാരനായ പോലീസ് രാജു എന്ന് പേരിട്ട് വിളിക്കുന്ന വ്യക്തിയാണ്. ഈ പെൺകുട്ടിയോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയതും ഏറ്റവും നികൃഷ്ടമായി അവരെ വലിച്ചു കീറിയതുമെല്ലാം ഈ 17-കാരനാണ് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. 2012 നടന്ന ശ്രദ്ധേയമായ 4 ഇന്ത്യൻ സംഭവങ്ങൾ, ടീനേജുകാർ പ്രതികളായി രേഖപ്പെടുത്തപ്പെട്ട ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള കേസുകൾ. ഈ കേസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മക്കൾ ഇതേപോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരവസ്ഥാവിശേഷത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആരംഭിക്കുക കേരളത്തുൽ മുജാഹിദീനിൻ്റെ മസ്കറ്റിലെ പോഷക സംഘടനയായ മസ്കത്ത് ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം എന്നെനിക്ക് തോന്നുന്നു. ഒരു പ്രവാസി സമൂഹത്തിൻ്റെ മുന്നിൽ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വന്തം മക്കളുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ തന്നെ ഹോമിക്കുവാൻ തയ്യാറായ ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2001 0.8% ടീനേജ് കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ 2011 അത് 11.8%. അഥവാ ഏകദേശം 113 ഇരട്ടി വർധനവ്. 10 വർഷത്തിൻ്റെ ഉള്ളിൽ 13 ഇരട്ടിയോളം ചെറിയ കുട്ടികൾ, ടീനേജുകാർ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നു എന്നർത്ഥം. ഞാനിവിടെ പറഞ്ഞ പേരുകളിൽ 3 നമ്മുടെ നാട്ടിലല്ലാത്തത് കൊണ്ട് നാം ചിലപ്പോൾ സമാധാനിക്കുന്നുണ്ടാകും. എന്നാൽ നമ്മൾ അറിയണം, ഇന്ത്യയിൽ ഏറ്റവും അധികം ടീനേജ് കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ടീനേജ് കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ നാളെ എൻ്റെയും നിങ്ങളുടെയും മക്കൾ ഈ കുറ്റകൃത്യങ്ങളുടെ പ്രതിസ്ഥാനത്ത് നിൽക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെയാണ് ആഗ്രഹത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക് പാരന്റിംഗ് എന്ന വൈജ്ഞാനിക ശാഖ പ്രസക്തമാകുന്നത്. പാരന്റിംഗ് ഒരു ഇംഗ്ലീഷ് ശബ്ദമാണ്. ഏറെ നമുക്കൊന്നും പരിചയമുള്ളൊരു സ്വരമല്ല പാരന്റിംഗ്. പാരന്റ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം പാരൻസാണ്. പിതാവോ മാതാവോ ആയിട്ടുള്ളവരാണ് നല്ലൊരു ശതമാനവും എൻ്റെ മുന്നിലിരിക്കുന്നത്. എന്നാൽ പാരന്റിംഗ് ഒരു ശാസ്ത്രം എന്നുള്ള നിലക്ക് നമ്മൾ വേണ്ടത്ര ചർച്ച ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ല. പാശ്ചാത്യ നാടുകളിൽ 1980കളിലാണ് പാരന്റിംഗ് എന്ന ശാസ്ത്രശാഖ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ശാഖയായി ഉടലെടുത്തു വന്നത്. എന്തുകൊണ്ട് 1980കളിൽ പാരന്റിംഗ് എന്ന ശാസ്ത്രശാഖയുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കാതൽ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. 1970കൾ നിങ്ങൾക്കറിയാം,
പാശ്ചാത്യ ലോകത്തെ ഒരു വിപ്ലവത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അവിടെയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ആ വിപ്ലവത്തെ വിളിച്ചത് സെക്സ് റവല്യൂഷൻ എന്നാണ്, ലൈംഗിക വിപ്ലവം. എന്തായിരുന്നു പാശ്ചാത്യ ലോകത്തെ ലൈംഗിക വിപ്ലവം? അവർ തന്നെ പറഞ്ഞത് ലൈംഗികത എന്നാൽ വ്യക്തിപരമായ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ്. ഓരോരുത്തരും പരമാവധി ലൈംഗികത ആസ്വദിക്കട്ടെ. കുടുംബവും വിവാഹവും ബന്ധവും ഒന്നും ഈ ലൈംഗികതയുടെ ആസ്വാദനത്തിന് മുന്നിൽ തടസ്സമായിക്കൂടാ. ഒരാൾക്ക് ആരോടാണ് ഇഷ്ടം തോന്നുന്നത്, അവരോടുള്ള ഇഷ്ടം നിലനിൽക്കുന്നിടത്തോളം കാലം അവരുമായി ബന്ധപ്പെടട്ടെ. എപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടം അവസാനിക്കുന്നുവോ അപ്പോൾ അവർ വേർപിരിയട്ടെ, പുതിയ ഇണയെ കണ്ടെത്തട്ടെ, ജീവിക്കട്ടെ. ഇതായിരുന്നു 1970-കളിൽ പാശ്ചാത്യ ലോകം, പാശ്ചാത്യ യുവത്വം മുന്നോട്ട് വെച്ച ലൈംഗിക വിപ്ലവത്തിന്റെ ആശയം. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടായി. ലൈംഗികതയുടെ ഉപോൽപ്പന്നമാണ് മക്കൾ. മക്കൾ ഇവിടെ ഒരു പ്രശ്നമാവുകയാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സംതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൻ്റെ മുന്നിൽ മക്കൾ തടസ്സമാകുമ്പോൾ അതിനെന്താണ് മാർഗമെന്ന ചോദ്യം ഉയർന്നു. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ബോർഡിങ്ങുകളും ചൈൽഡ് കെയർ സെന്ററുകളും പാശ്ചാത്യ ലോകത്ത് ഉയർന്നു പൊങ്ങിയത്. മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവരെ പോറ്റുവാൻ വേണ്ടി കേന്ദ്രങ്ങൾ ഉണ്ടാകണം. അവിടെ വെച്ച് അവർ നന്നായി ജീവിക്കണം, നല്ല വിദ്യ അഭ്യസിപ്പിക്കണം, നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കണം, അതിനുള്ള സംവിധാനങ്ങളെല്ലാം നൽകണം. ഈ സംവിധാനങ്ങളെല്ലാം നൽകുന്നതിന് വേണ്ടി മാതാവും പിതാവും പണം ചെലവഴിക്കട്ടെ. മാതാവും പിതാവും മാസത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബോർഡിങ്ങിലെ ചെലവ് വഹിക്കുക. കുട്ടികൾക്ക് വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ഭക്ഷണവും, വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല അന്തരീക്ഷവും, വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല വിദ്യാഭ്യാസവും നൽകി വളർത്താൻ പറ്റുന്ന ബോർഡിംഗ് സ്ഥാപനങ്ങൾ. ഈ ബോർഡിംഗ് സ്ഥാപനങ്ങൾ ഒരുപാട് ഉയർന്നു പൊങ്ങി. പ്രശ്നം പരിഹരിച്ചു അവർ 1970-കളിൽ. മാതാവും പിതാവും ലൈംഗിക ദാഹവുമായി സമൂഹത്തിൽ. മക്കളിതൊന്നും അറിയാതെ ബോർഡിംഗ് സ്കൂളുകളിൽ സുഖമായി ജീവിക്കുന്നു. അവർക്ക് പ്രായപൂർത്തിയെത്തുന്നതോടുകൂടി അവർ സ്വന്തം പണി കണ്ടെത്തുന്നു. അവർ അവരുടേതായ മേഖലകളിലേക്ക് പോകുന്നു. ഭൗതികമായി നോക്കിയാൽ അതിസുന്ദരമായൊരു സാമൂഹ്യ സംവിധാനം. പക്ഷേ 1980-കളായപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റുകൾ സമൂഹത്തിലേക്ക് പുറത്തിറങ്ങി. അവരായിരുന്നു 1980-കളിലെ അമേരിക്കൻ ടീനേജേഴ്സ്, വെസ്റ്റേൺ ടീനേജേഴ്സ്. അവർ ആ ടീനേജിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവിടുത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അത്ഭുതത്തോടുകൂടി അവരെ നോക്കി. എന്തുകൊണ്ടായിരുന്നു അത്ഭുതം എന്ന് ചോദിച്ചാൽ, നല്ല വിദ്യാഭ്യാസവും നല്ല സാമൂഹ്യ അന്തരീക്ഷവും നല്ല ഭക്ഷണവുമെല്ലാം കഴിച്ചു വളർന്നു വന്ന ഈ കുട്ടികൾ അവർ സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത കുട്ടികളാണ് എന്ന് തിരിച്ചറിഞ്ഞു. അവർ പ്രശ്നങ്ങളോട് സമചിത്തതയോടുകൂടി പ്രതികരിക്കാൻ കഴിയാത്തവരാണ് എന്ന് തിരിച്ചറിഞ്ഞു. അവർ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കി. അവർ ബന്ധങ്ങളോട് താല്പര്യമില്ലാത്തവരാണ് എന്ന് മനസ്സിലാക്കി. അവർ കേവലം വസ്തുവായി എല്ലാറ്റിനെയും കാണുന്ന ആളുകളാണ് എന്നുള്ള വസ്തുത അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് സ്വന്തം വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല സാമൂഹ്യ അന്തരീക്ഷവും, സ്വന്തം വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ഭക്ഷണവും, സ്വന്തം വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല വിദ്യാഭ്യാസവും നൽകി വളർത്തപ്പെട്ട മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ വേണ്ടി പാശ്ചാത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് പാരന്റിങ് എന്ന ശാസ്ത്രശാഖയുണ്ടാകുന്നത്. അവർ തുറന്നു പറഞ്ഞത് മാതാപിതാക്കൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന ചിലത് മക്കൾക്കുണ്ട് എന്നാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോർഡിങ്ങുകളിൽ നിന്ന്, ആയമാരിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന് ടീച്ചേഴ്സിൽ നിന്ന് ലഭിക്കാത്ത പലതും മാതാവിൻ്റെ പിതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് നൽകാത്തിടത്തോളം കാലം മാനസികമായി ആരോഗ്യമുള്ളവരായി കുട്ടികൾ മാറില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ IQ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അയക്കും. ശരീരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, PQ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഫിസിക്കൽ കോഷ്യന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആ രൂപത്തിലുള്ള ശാരീരിക വ്യായാമ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞേക്കും. പക്ഷേ ഒരു വ്യക്തിയുടെ വിജയത്തിന് ഏറ്റവും അടിത്തറയായിട്ടുള്ള EQ ഡെവലപ്പ് ചെയ്യാൻ, ഇമോഷണൽ കോഷ്യന്റിന്റെ ഡെവലപ്മെന്റിന് നിങ്ങളുടെ മാതൃത്വത്തിന്റെ, പിതൃത്വത്തിന്റെ മടിത്തട്ടിൽ നിന്ന് ആരംഭിച്ചാൽ മാത്രമേ നിർവാഹമുണ്ടാവുകയുള്ളൂ എന്നുള്ള വസ്തുത പാശ്ചാത്യൻ മനഃശാസ്ത്രജ്ഞന്മാർ ഉറക്കെ പറഞ്ഞു. അതിൽ നിന്നാണ് പാരന്റിങ് ഉണ്ടാകുന്നത്. പാരന്റിങ് കുട്ടികൾക്ക് ഓരോ സമയത്തും പാരന്റ്സ് നൽകേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. പാരന്റ്സ് നൽകേണ്ട, കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് പാരന്റ്സ് നൽകേണ്ടത് എന്തൊക്കെയാണോ അതിനെക്കുറിച്ചുള്ള പഠനമാണ് പാരന്റിങ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തരേണ്ടതല്ല പാരന്റിങ്ങിനെ കുറിച്ചുള്ള പാഠം. മക്കളോട് കാരുണ്യത്തോടു കൂടി പെരുമാറുവാൻ പ്രവാചകന്റെ പാഠമുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ അനവധി പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനകളിൽ വേറിട്ട് നിൽക്കുന്നൊരു പ്രാർത്ഥന ശ്രദ്ധേയമാണ്. ആ പ്രാർത്ഥന സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യേണ്ട പ്രാർത്ഥന. ഖുർആൻ പറഞ്ഞു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഖുർആൻ പറഞ്ഞു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. സവിശേഷതയുണ്ട് ഖുർആനിലുള്ള നിരവധി പ്രാർത്ഥനകളിൽ നിന്ന്. ഈ പ്രാർത്ഥനയെ വേറിട്ട് നിൽക്കുന്നു. എന്താണ് ഈ പ്രാർത്ഥന? കണ്ടീഷണലാണ് എന്നതാണ് അതിന്റെ സവിശേഷത. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. പടച്ചവനെ, രക്ഷിതാവേ, നീ എൻ്റെ ഈ മാതാപിതാക്കൾക്ക്, ഇവർക്ക് രണ്ടുപേർക്കും കാരുണ്യം നൽകണമേ. ഇവർ എന്നോട് ചെറുപ്പത്തിൽ കാരുണ്യം കാണിച്ചതുപോലെ. ചെറുപ്പത്തിൽ ഇവർ കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു ഫലവുമില്ല. ചെറുപ്പത്തിൽ കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ മക്കൾ എത്ര വലിയ സാത്വികരാണെങ്കിലും, അല്ലാഹുവിൻ്റെ ഔലിയാക്കളാണെങ്കിലും, അടുത്തവരാണെങ്കിലും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരാണെങ്കിലും, ആരാണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. എന്നെ ചെറുപ്പത്തിൽ കാരുണ്യം കാണിച്ചതുപോലെ നാഥ, ഇവർക്ക് നീ കാരുണ്യം കാണിക്കണമേ. ചെറുപ്പത്തിൽ എന്നോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് മാതാപിതാക്കൾക്ക് ഫലമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ മക്കളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്ന, മക്കൾ ഒരു അസറ്റാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാരന്റിങ് അത് പാശ്ചാത്യർ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ശാസ്ത്രമല്ല മുസ്ലിങ്ങൾക്ക്. മക്കൾ അസറ്റാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അസറ്റ് 3 എന്നാണ്. നിങ്ങളുണ്ടാക്കുന്ന മറ്റ് അസറ്റ്സ് എല്ലാം സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, മക്കൾക്ക് വേണ്ടിയുള്ളതാണ്, രാജ്യത്തിനു വേണ്ടിയുള്ളതാണ്, ദേശത്തിനു വേണ്ടിയുള്ളതാണ്. നിങ്ങളുണ്ടാക്കുന്ന ഏത് അസറ്റാണെങ്കിലും ആ അസറ്റ് എല്ലാം തന്നെ മറ്റു പലർക്ക് വേണ്ടിയുമുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്ന 3 അസറ്റ്സ് ഉണ്ട്. ആ അസറ്റ്സിൽ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മക്കളാകുന്നു. ഇതൊരു അസറ്റാണ്. ഈ അസറ്റ് നമുക്കുള്ള അസറ്റ് ആകണമെങ്കിൽ
മക്കളോട് പടച്ചവൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥനയാണ്. അവർ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയായിരിക്കും. ആ പ്രാർത്ഥന അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ കാരുണ്യം മക്കളോട് കാണിച്ചേ പറ്റൂ. എന്താണ് മക്കളോടുള്ള കാരുണ്യം? എങ്ങനെയാണ് മക്കളോട് കാരുണ്യം കാണിക്കേണ്ടത്? എപ്പോഴാണ് മക്കളെ വളർത്താൻ ആരംഭിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്? എന്തേ പുതിയ കാലമാകുമ്പോൾ ഇത്തരം സംഭവങ്ങളാൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമായി കൊണ്ടിരിക്കുന്നു? കേരളത്തിൽ നിങ്ങൾക്കറിയാലോ, മാധ്യമങ്ങൾ ഏറെ കൊട്ടിഘോഷിച്ച ആഘോഷിച്ച സംഭവങ്ങൾ, നമ്മളിൽക്കെല്ലാം ഒരുതരം ആത്മരതിയായി അനുഭവിക്കുന്ന സംഭവങ്ങൾ നിരവധി നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? കേരളത്തിലെ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മൾക്കെല്ലാം പത്രം എടുത്തെന്ന് വെച്ചാൽ, പത്രമെടുത്ത് തുറന്നാൽ ഒരു പീഡന കേസില്ലെങ്കിൽ, അത്തരം ഒരു വാർത്തയില്ലെങ്കിൽ, ആ രൂപത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പത്രമൊന്നും ആവശ്യമില്ല എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ പ്രതികരണം. നമ്മളൊരു തരം അത്തരം വാർത്തകളോട് ആഭിമുഖ്യവും ആകൃതിയും ആഗ്രഹവും പ്രകടിപ്പിക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥ നമുക്ക് തന്നെ വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഏറെ വാർത്തയാക്കപ്പെട്ട ലൈംഗിക പീഡന കേസുകൾ എന്തേ ഉണ്ടായത് കേരളത്തിൽ? ആ കേസുകളിലെ ഇന്ന് പറയപ്പെടുന്ന ഇരകൾ, ആ ഇരകൾ ഇരയാകാൻ വേണ്ടി വേട്ടക്കാരുടെ മുന്നിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയാണ് അവർ എത്തപ്പെട്ടത്? വേട്ടക്കാർ അമ്പും വില്ലുമായി അവരുടെ വീട്ടിൽ നിന്ന് വന്ന് പിടിച്ചിറക്കി കൊണ്ടുപോവുകയല്ല, മറിച്ച് അവരുടെ മുന്നിൽ മോഹനമായ വാഗ്ദാനങ്ങളായിരുന്നു. 15-കാരി പെൺകുട്ടി ആഗ്രഹത്തോടുകൂടി പടിയിറങ്ങി പോവുകയാണ്. എന്തിനാ? സീരിയലിലൊന്ന് അഭിനയിക്കണം, അവിടെയൊന്ന് മുഖം കാണിക്കണം, അതിനാണ് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഇറങ്ങിപ്പോയി ഒരുപാട് പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നതിനിടക്ക് ഒരു പെൺകുട്ടിയുടേത് വാർത്തയാവുകയും നമ്മളെല്ലാം അറിയുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവങ്ങൾക്ക് നടുവിൽ ജീവിതത്തെ ഈ രൂപത്തിൽ നോക്കിക്കാണുന്ന ഒരു പുതിയ തലമുറക്ക് മുന്നിൽ, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തലമുറക്ക് മുന്നിൽ എങ്ങനെയും ആസ്വദിക്കണം ഈ ജീവിതം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നിൽ നമ്മുടെ മക്കൾ അങ്ങനെയാകാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന ചോദ്യം പ്രസക്തമാകുന്നു. അവിടെ നാം എവിടെ, എപ്പോൾ, എങ്ങനെ തുടങ്ങണമെന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ വ്യക്തിത്വം എന്താണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനുഷ്യന് മാത്രമുള്ള ചില സവിശേഷതകളുണ്ട്, ഒരുപാട് സവിശേഷതകളുണ്ട് മനുഷ്യന് മാത്രം. പക്ഷേ മക്കളുമായുള്ള ബന്ധത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതാണല്ലോ. മക്കളുമായുള്ള ബന്ധത്തിൽ മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻ എന്ന സ്പീഷീസിന് മാത്രമുള്ളൊരു സവിശേഷതയുണ്ട്. 4000 ചില്ലാനം സസ്തനികളുണ്ട്, കുട്ടികൾക്ക് മുല കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജീവികൾ. അതിൽ മനുഷ്യൻ മാത്രം വേറിട്ട് നിൽക്കുന്നു. എന്താണ് ആ വേറിട്ട് നിൽക്കൽ? മനുഷ്യൻ എന്ന ജീവി മറ്റ് ജീവികളെ പോലെയല്ല. മറ്റ് ജീവികൾക്കെല്ലാം, ഏത് ജീവിയെടുത്താലും അതിന് മാതാവിനെയും പിതാവിനെയും ആവശ്യം മുലകുടി കഴിയുന്നത് വരെ മാത്രമാണ്. മുലകുടി പ്രായം കഴിഞ്ഞാൽ പിന്നെ മാതാവിനെയോ പിതാവിനെയോ ഒരു ജീവിക്കും ആവശ്യമില്ല. അഥവാ മുലകുടി പ്രായം കഴിയുന്നതോടുകൂടി ഈ ജീവി സ്വയം പര്യാപ്തമാകും. മനുഷ്യ ശിശുവിൻ്റെ മുലകുടി പ്രായം 2 വയസ്സാണ്. 2 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയോട് പറയാണ്, മോനെ നീ സ്വയം പര്യാപ്തനാകാനെല്ലാം സമയമായി, അതുകൊണ്ട് നിനക്കിന് സ്വയം ജീവിക്കാം, ഇനി മാതാവിൻ്റെയും പിതാവിൻ്റെയും ആവശ്യമില്ല എന്ന് പറയാൻ കഴിയുമോ? കുട്ടിക്ക് സ്വയം പര്യാപ്തനാകാൻ കഴിയില്ല.
മാതാപിതാക്കൾക്ക് അവളെ വേർപെടുത്താനും കഴിയില്ല. ആ രൂപത്തിലാണ് മനുഷ്യന്റെ ഘടന. എന്തേ മനുഷ്യന്റെ ഘടന മാത്രം അങ്ങനെയായി? ആ ചോദ്യത്തിനുള്ള ഉത്തരം, മനുഷ്യന്റെ തലച്ചോറ് വളരുന്നത് അതിൻ്റെ ടീനേജ് വരെ ഉള്ള കാലത്താണ് എന്നാണ്. ആ സമയം വരെ മനുഷ്യന്റെ തലച്ചോറിന്റെ വളർച്ചയുടെ പൂർണ്ണത വരെ മാതാപിതാക്കളുടെ സംരക്ഷണവും കൃത്യമായ ബോധനവും നടക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് പടച്ചവൻ തന്നെ മാതാപിതാക്കളുടെ മടിത്തട്ടിൽ നിന്ന് മാറി നിൽക്കാൻ മക്കൾക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കി എന്ന് പറയലായിരിക്കും ശരി. ജീവികളെല്ലാം അവയുടെ പ്രായപൂർത്തിയെത്തിയ തലച്ചോറ് എത്രയാണോ ഉള്ളത് അതിൻ്റെ 60% ജനിക്കുന്നവരാണ്. അഥവാ പ്രായപൂർത്തിയെത്തിയ ഒരാൾക്കുരങ്ങിൻ്റെ തലച്ചോറിന് 800 ഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം 600 ഗ്രാമോളം അത് ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റ് ഉണ്ടാകും. അഥവാ 20 മുതൽ 40 വരെ ശതമാനം മാത്രമേ തലച്ചോറ് അവക്ക് വളരുന്നുള്ളൂ. എന്നാൽ മനുഷ്യ ശിശു വളരുന്നത് 340 ഗ്രാം തലച്ചോറോടുകൂടിയാണ്. പ്രായപൂർത്തിയെത്തിയ ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ വെയിറ്റ് 1440 ഗ്രാമാണ്. അഥവാ 4 ഇരട്ടിയിലധികം തലച്ചോറ് വളരുന്നുണ്ട്. ഈ വളർച്ചയുടെ പ്രാഥമിക ഘട്ടം 3 വയസ്സ് വരെയുള്ള സമയമാണ്. മനുഷ്യ ശിശുവിന്റെ തലച്ചോറിന്റെ 3 വയസ്സ് വരെ ഉള്ള വളർച്ച 340 ഗ്രാമിൽ നിന്ന് 1280 ഗ്രാമിലേക്കുള്ള വളർച്ചയാണ്. ഈ 3 വയസ്സ് വരെയുള്ള സമയത്ത് മനുഷ്യ ശിശുവിന്റെ തലച്ചോറ് തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വ്യക്തിത്വം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. പാരൻസ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്താണ് ഈ തലച്ചോറ് എന്ന സാധനം? തലച്ചോറ് കുറേ കോശങ്ങൾ ആണ് തലച്ചോറിലുള്ളത്. ന്യൂറോണുകൾ എന്നാണ് നാഡീശാസ്ത്രജ്ഞന്മാർ അവർക്ക് പറയുക. ന്യൂറോണുകൾ എന്ന കോശങ്ങൾ കോടിക്കണക്കിന് കോശങ്ങൾ. ആ കോശങ്ങൾ ഒരു വയറ് പോലെയാണ്, പരസ്പരം ബന്ധപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ സങ്കീർണമായൊരു വയർ. ഓരോ ന്യൂറോണും ഒരുപാട് ന്യൂറോണുകളുമായി ബന്ധമുണ്ടാക്കിയിരിക്കും. ആ ബന്ധത്തിന് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയും. ജനിക്കുമ്പോൾ എത്ര ന്യൂറോണുണ്ടോ ഏകദേശം മരണപ്പെടുമ്പോഴും തലച്ചോറിൽ അത്ര തന്നെ ന്യൂറോണാണ് ഉണ്ടാവുക. ഒരു പ്രായം കഴിഞ്ഞാൽ ന്യൂറോൺ നശിച്ചു പോകും. ഒരു 55 വയസ്സെല്ലാം കഴിഞ്ഞാൽ അപ്പോൾ ന്യൂറോണിന്റെ എണ്ണം കുറച്ച് കുറയുന്നു മാത്രം. എന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ തലച്ചോറിന്റെ വെയിറ്റ് വർദ്ധിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഡെൻഡ്രൈറ്റുകൾ പരസ്പരം ബന്ധപ്പെടുന്ന സിനാപ്സുകൾ എന്ന ഭാഗമുണ്ട്. ആ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടാണ് തലച്ചോറിന്റെ വെയിറ്റ് കൂടുന്നത്, തലച്ചോറ് വളരുന്നത്. സിനാപ്സുകൾ എന്ന് പറഞ്ഞാൽ മറ്റു ന്യൂറോണുകളുമായി ഓരോ ന്യൂറോണും ഉണ്ടാക്കുന്ന ബന്ധത്തിന് പറയുന്ന പേരാണ്. സിനാപ്സുകൾക്ക് വെയിറ്റ് കൂടുന്നത്, തലച്ചോറ് വളരുന്നത്. സിനാപ്സുകൾ എന്ന് പറഞ്ഞാൽ മറ്റു ന്യൂറോണുകളുമായി ഓരോ ന്യൂറോണും ഉണ്ടാക്കുന്ന ബന്ധത്തിന് പറയുന്ന പേരാണ്. സിനാപ്സുകൾക്കകത്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നത്. 3 വയസ്സ് വരെയുള്ള സമയത്ത് സിനാപ്സുകളുടെ എണ്ണം ക്രമാതീതമായി വളരുന്നു. 3 വയസ്സ് കഴിഞ്ഞ് 12 വയസ്സ് വരെയുള്ള സമയത്ത് ആ വളർച്ചയുടെ തോത് ഒന്ന് കുറയുന്നു, എങ്കിലും വളർച്ച നടക്കുന്നു. സിനാപ്സുകളുടെ എണ്ണ വളർച്ച അല്ല അവിടെ ഉണ്ടാക്കുന്നത്. 3 വയസ്സ് വരെയുള്ള സമയത്ത് സിനാപ്സുകളുടെ എണ്ണം വളരെ കൂടുന്നു. അതിനുശേഷം 3 വയസ്സ് കഴിഞ്ഞ് 12 വയസ്സ് വരെയുള്ള സമയത്ത് സിനാപ്റ്റിക് പ്രൂണിംഗ് എന്നറിയപ്പെടുന്ന സിനാപ്സുകളെ ചെത്തി മിനുക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നു.
12 വയസ്സാകുന്നതോടുകൂടി ഒരു കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയാകുന്നു. 12 വയസ്സെന്ന് പറഞ്ഞാൽ അഡോളസൻസ് ആണ്, കൗമാരമാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ നാടിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നർത്ഥം. 13 വയസ്സ്, 12 വയസ്സ്, 14 വയസ്സല്ല. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയുടെ ഈ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഘട്ടങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. 3 വയസ്സ് വരെയുള്ള സമയം കുഞ്ഞുങ്ങളുടെ അടിസ്ഥാനപരമായ തലച്ചോറിന്റെ വികാസം നടക്കുന്ന സമയം. രണ്ടാമത്തെ വികാസം നടക്കുന്ന സമയമാണ് 12 വയസ്സ് വരെയുള്ള സമയം. നമ്മുടെ കുട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിത്വ മാറ്റമുണ്ടെങ്കിൽ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുണ്ടാകേണ്ടത് 12 വയസ്സ് വരെയുള്ള സമയത്താണ്. അതിനുശേഷം നിങ്ങൾക്ക് അടിസ്ഥാന വ്യക്തിത്വത്തെ, കുട്ടിയുടെ അടിസ്ഥാന വ്യക്തിത്വത്തെ മാറ്റാൻ സാധ്യമേ അല്ല. നിങ്ങൾക്ക് കഴിയുക ആ അടിസ്ഥാന വ്യക്തിത്വത്തിന് ഉപോത്ബലകമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഈ അടിസ്ഥാന വ്യക്തിത്വത്തിൻ്റെ പ്രോഡക്റ്റിനെ അഥവാ അടിസ്ഥാന വ്യക്തിത്വത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെ മാറ്റിയെടുക്കാനേ കഴിയൂ. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. വിനിമയാപഗ്രഥനം സൈക്കോളജിയിലെ ഒരു ശാസ്ത്രശാഖയാണത്. ട്രാൻസാക്ഷണൽ അനാലിസിസുകൾ പറയുക, നമ്മളെല്ലാം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടകത്തിന് സ്ക്രിപ്റ്റ് വേണം. ആ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മൾ തന്നെയാണ്. ആ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മൾ തന്നെയാണ്. 3 വയസ്സ് വരെയുള്ള സമയത്ത് നാം ലോകത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയും അഥവാ ആരുടെയൊക്കെ കൂടെ അഭിനയിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 3-ാമത്തെ വയസ്സിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്യുന്നു. എനിക്ക് അഭിനയിക്കുവാനുള്ള നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ്. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്ത് ഈ എഴുതി വെച്ച സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കഥാപാത്രങ്ങളെ ഞാൻ കൂടുതൽ പരിചയപ്പെടുകയും റിഹേഴ്സലുകൾ നടത്തുകയും 12 വയസ്സാകുന്നതോടുകൂടി പഴയ സ്ക്രിപ്റ്റ് കീറിക്കളഞ്ഞ് ഒരു പുതിയ സ്ക്രിപ്റ്റ് ഞാൻ എഴുതുകയും ചെയ്യുന്നു. 12 വയസ്സ് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് പ്രകാരമുള്ള അഭിനയമാണ് പിന്നെ നടക്കുക. അഭിനയം തുടങ്ങുമ്പോഴാണ് വിചാരിച്ചത് കോമഡി ആയിരുന്നു, പക്ഷേ കളിക്കുന്നത് ട്രാജഡിയാണ് എന്ന് പാരൻസ് പലപ്പോഴും തിരിച്ചറിയുക. സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ അടുക്കളയുടെ ഭാഷയിൽ ഇക്കാര്യം ഒന്ന് പറയട്ടെ. ജനിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത് കുറച്ച് ഗോതമ്പ് മാവ് മാത്രമാണ് കുഞ്ഞായി കിട്ടുന്നത്. ഈ ഗോതമ്പ് മാവ് കൊണ്ട് എന്തുണ്ടാക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, ഭൂരി ഉണ്ടാക്കാം, നമുക്ക് അതല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കാം. ചപ്പാത്തിയോ നെയ്യപ്പമോ പൂരിയോ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ആവശ്യമായ വെള്ളവും എണ്ണയും നെയ്യും കോഴിമുട്ടയും എല്ലാം ചേർക്കേണ്ട സമയമാണ് 3 വയസ്സ് വരെയുള്ള സമയം. അങ്ങനെ 3 വയസ്സാകുമ്പോഴേക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാവിൽ എന്തൊക്കെ ചേർക്കണമോ അതെല്ലാം ചേർത്ത് ശരിയാക്കി ആ മാവ് ഉണ്ടയാക്കി വെച്ച് 3 വയസ്സ് കഴിഞ്ഞ് 12 വയസ്സ് വരെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഈ മാവിനെ നമുക്കാവശ്യമായ ഷേപ്പിൽ പരത്തിയെടുത്ത് ചുട്ടെടുക്കലാണ്. ഈ സമയത്ത് നമുക്ക് വട്ടത്തിലാണോ ഉണ്ടാകേണ്ടത് ചപ്പാത്തി എന്ന് നമുക്ക് തീരുമാനിക്കാം. അതുമല്ലെങ്കിൽ അത് ചതുരത്തിലാണോ അല്ല അർദ്ധ ചന്ദ്രാകൃതിയിലാണോ എങ്ങനെയാണ് വേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാം. ആ തീരുമാനപ്രകാരം നമ്മൾ പരത്തിയെടുത്ത് ചുട്ടെടുത്ത് കഴിയും 12 വയസ്സാകുമ്പോൾ.
അപ്പോഴാണ് 12 വയസ്സാകുമ്പോഴാണ് ഇത് ചുട്ട് പുറത്ത് വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ പാരൻസിന് മനസ്സിലാവുക, ഞാൻ നെയ്യപ്പം വിചാരിച്ചിട്ടത് ചപ്പാത്തിയാണല്ലോ ആയിട്ടുള്ളത്. അപ്പോഴാണ് ചിലർക്ക് ഈ ചപ്പാത്തി ഞാൻ വിചാരിച്ചത് ചതുരത്തിലുള്ള ചപ്പാത്തിയാണല്ലോ, ഇത് വട്ടത്തിലുള്ള ചപ്പാത്തിയാണല്ലോ ആയതെന്ന് മനസ്സിലാക്കുക. അപ്പം തുടങ്ങും എന്ത്, ഇത് ചതുരത്തിലുള്ള ചപ്പാത്തിയാക്കാനുള്ള ശ്രമം. 2 സൈഡിൽ നിന്ന് ഇടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല. അവിടെ എപ്പോഴാണ് നിങ്ങൾ തുടങ്ങേണ്ടത്? തുടക്കത്തിലാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ക്ലാസ്സിൽ ഇതേപോലെ പറഞ്ഞപ്പോൾ ഒരു ഉമ്മണീറ്റ് എന്നിട്ട് പറഞ്ഞു, സർ സംഗതിയെല്ലാം ശരിയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം മനസ്സിലായി, ഞാൻ നെയ്യപ്പാകണമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ഇപ്പം ചപ്പാത്തി പോലും ആയിട്ടില്ല, വേറെ എന്തോ ഒരു സാധനമാണ് ആയിരുന്നത്, ഇനി എന്താ ചെയ്യുക? നിങ്ങൾ പറഞ്ഞതുപോലെ ഇതായിക്കഴിഞ്ഞു, ചുട്ടെടുത്തു കഴിഞ്ഞു, ഇനി എന്താ ചെയ്യുക? നിരാശപ്പെടാനില്ല. ഇനി നിങ്ങൾക്ക് ചപ്പാത്തിയാക്കാനേ പറ്റൂ, ഒരിക്കലും നെയ്യപ്പമാക്കാൻ കഴിയില്ല. ഇനി ചെയ്യാൻ പറ്റുക, നിങ്ങൾ ഈ ചപ്പാത്തി ഉപയോഗപ്പെടുത്തി നെയ്യപ്പത്തിൻ്റെ ഉപയോഗം നമുക്കുണ്ടാക്കാം. നെയ്യപ്പം എന്തിനാണ്? ഒരു ഗസ്റ്റ് വരുമ്പോൾ അയാളെ സൽക്കരിക്കാനുള്ളൊരു പലഹാരമാണ്. നമുക്ക് കുറച്ച് തേങ്ങ ചിരവാം, കുറച്ച് പഞ്ചസാര തേങ്ങയിലിടാം, എന്നിട്ട് അതൊന്ന് കൂട്ടിക്കുഴച്ച് ഒരു നല്ല ഒരു സാധനമാക്കി 2 ചപ്പാത്തികൾക്കുള്ളിൽ വെച്ച് അതിസുന്ദരമായി അതിനെ ഒന്ന് ഡെക്കറേറ്റ് എല്ലാം ചെയ്തൊരു പുതിയ പലഹാരമാക്കി മാറ്റാം. പക്ഷേ ചപ്പാത്തിയുടെ അടിസ്ഥാന സ്വഭാവത്തെ നിങ്ങൾക്ക് നെയ്യപ്പമാക്കാൻ കഴിയില്ല. ഇനിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, എവിടെയാണ് കുട്ടിയുടെ ഇൻവോൾവ്മെന്റ് ചെയ്യുന്നത്? എറിക് ബേൺ എന്ന ട്രാൻസാക്ഷൻ ആൻഡ് അനാലിസിസിന്റെ പിതാവ് പറഞ്ഞു, all are born as queens and kings. Parents and teachers make them frogs. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് രാജാക്കന്മാരും രാജ്ഞിമാരുമായിട്ടാണ്. അവരെ തവളകളാക്കി മാറ്റുന്നത് പാരൻസും ടീച്ചേഴ്സും കൂടിയാണ്. എന്താ തവളന്റെ പ്രത്യേകത? തവളന്റെ പ്രത്യേകത എന്താണ്? തവള കൊണ്ടൊരു ഉപകാരമില്ല, എന്നാൽ കാര്യപ്പെട്ട ഉപദ്രവമില്ല. എന്നാൽ തവളനെ കണ്ടാലെല്ലാവരും ഒരു സൈസ് വെറുപ്പോട് കൂടിയാണ് നോക്കുക. ഇക്കോലത്തിൽ മക്കളെ ആക്കി തീർക്കുന്നത് പാരൻസും ടീച്ചേഴ്സും കൂടിയാണ് എന്ന് എറിക് ബേൺ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തോടു കൂടിയാണ്. ആ ഫിത്രത്തോടു കൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ വ്യത്യസ്ത വിഭാഗക്കാരും ജൂതനും ക്രിസ്ത്യാനിയും മജൂസിയും എല്ലാമാക്കി തീർക്കുന്നത് മാതാപിതാക്കളും സാഹചര്യവുമാണ്. ഇവിടെയാണ് പാരന്റിങ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കുട്ടിയെ തേജസ് മക്വാനയാക്കണമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ കുട്ടിയെ എന്താക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ആ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുകയും നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഒരൽപ്പം ത്യാഗമെല്ലാം സഹിക്കാൻ നമ്മൾ സന്നദ്ധമാവുകയും ചെയ്യുമെങ്കിൽ അത്ഭുതങ്ങൾ നമ്മുടെ കുട്ടികളിൽ വിരിയിച്ചെടുക്കാൻ നമുക്ക് കഴിയും. എൻ്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ ഒഴിവാക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരാൾക്ക് എൻ്റെ മക്കളേക്ക് കാരുണ്യം നൽകാൻ എനിക്ക് കഴിയുമെന്ന് പറയാൻ സാധ്യമല്ല. മക്കൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ ബലികഴിക്കാൻ എൻ്റെ മക്കളേക്ക് കാരുണ്യം നൽകാൻ എനിക്ക് കഴിയുമെന്ന് പറയാൻ സാധ്യമല്ല. മക്കൾക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ ബലികഴിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ
മക്കളുടെ നന്മക്ക് വേണ്ടി എൻ്റെ ആവശ്യങ്ങളെയല്ല, എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാകുമെങ്കിൽ എങ്കിൽ മാത്രമേ ഇസ്ലാമിക് പാരന്റിങ്ങോ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. എപ്പോഴാണ് നമ്മൾ കുട്ടികളെ വളർത്താൻ തുടങ്ങുക? അത് ചോദ്യത്തിന് ഉത്തരം വ്യത്യസ്തങ്ങളാകാം. പക്ഷെ ആ ഉത്തരം നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഞാനിപ്പോൾ സംസാരിച്ചത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. കുഞ്ഞിനെ വളർത്താൻ വേണ്ടി മാതാക്കൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക എപ്പോൾ മുതലാണ്? കുഞ്ഞു വയറ്റിൽ ഉരുവപ്പെടാൻ ആരംഭിച്ചു എന്നറിയുന്നത് മുതൽക്കാണ്. കുട്ടിയുടെ വ്യക്തിത്വം വളർത്താൻ വേണ്ടി എപ്പോൾ മുതൽ ആരംഭിക്കണം മാതാക്കൾ അല്ലെങ്കിൽ പിതാക്കൾ പ്രവർത്തനം എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ കുഞ്ഞിൻ്റെ ശരീരത്തെ പോലെ തന്നെ തലച്ചോറും എപ്പോൾ വളരാൻ തുടങ്ങുന്നു എന്ന മറുചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ്. കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ പ്രാഗ്രൂപമായ ന്യൂറൽ ട്യൂബ് 13ാമത്തെ ആഴ്ച രൂപമെടുക്കാൻ തുടങ്ങുന്നു. 13ാമത്തെ ആഴ്ച. കുട്ടിക്ക് സ്പർശം, ടച്ച് എന്ന വികാരം അനുഭവിക്കാൻ തുടങ്ങുന്നു 16ാമത്തെ ആഴ്ച മുതൽ. കുട്ടി അതിന് സ്വാദുമുകളങ്ങളും അതേപോലെ തന്നെ ഗന്ധമുകളങ്ങളും 20ാമത്തെ ആഴ്ചക്കുള്ളിൽ തന്നെ രൂപപ്പെടാൻ ആരംഭിക്കുന്നു. കുട്ടി കേൾക്കാൻ തുടങ്ങുന്നത്, കേൾവിക്ക് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം രൂപീകരിക്കപ്പെടുന്നത് 24ാമത്തെ ആഴ്ചയാണ്. കാഴ്ചക്കാവശ്യമായ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും രൂപീകരിക്കപ്പെടുക 26ാമത്തെ ആഴ്ചയാണ്. കാഴ്ച 26ാമത്തെ അവസാനമായി ഉണ്ടാകുന്ന അവയവമായതുപോലെ തന്നെ അവസാനമായി ഉണ്ടാകുന്ന ഇന്ദ്രിയമായത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അത് ഫങ്ഷൻ ആരംഭിക്കുന്നതും ഏകദേശം അവസാനം തന്നെയാണ്. സ്വാദ് മുകുളങ്ങൾ 20ാമത്തെ ആഴ്ചക്ക് മുമ്പ് തന്നെ രൂപപ്പെടുമെങ്കിലും കുഞ്ഞ് ഗർഭാശയത്തിൽ വെച്ച് സ്വാദ് അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വായിലൂടെ ഒന്നും തന്നെ ഉള്ളിലേക്ക് പോകുന്നില്ല എന്നതുകൊണ്ട്. സ്വാദ് കുട്ടി അനുഭവിക്കാൻ തുടങ്ങുന്നത് അമ്മയുടെ പാൽ നുകരാൻ ആരംഭിക്കുന്നത് മുതൽക്കാണ്. അതേപോലെ തന്നെ ഗന്ധവും ഏകദേശം ഈ സമയത്ത് രൂപപ്പെടുമെങ്കിലും ഗർഭാശയത്തിനകത്ത് മണക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞ് മണക്കാൻ ആരംഭിക്കുന്നതും ഭൂമിയിൽ വന്നതിന് ശേഷമാണ്. എന്നാൽ സ്പർശം കുഞ്ഞനുഭവിക്കാൻ തുടങ്ങുന്നു ഗർഭാശയത്തിൽ വെച്ച്. മാതാക്കളുടെയും പിതാക്കളുടെയും സ്നേഹത്തോടു കൂടിയുള്ള തലയോടലുകൾ ഗർഭാശയത്തിനകത്ത് വെച്ച് തന്നെ കുഞ്ഞിൻ്റെ വൈകാരികമായ നന്മക്ക് ഉപയുക്തമാണ് എന്ന് നാഡീശാസ്ത്രജ്ഞന്മാർ 24ാമത്തെ ആഴ്ച മുതൽ കേൾക്കാൻ തുടങ്ങുന്നു കുഞ്ഞെന്താണ് കേൾക്കുക? കുഞ്ഞ് കേൾക്കുക മാതാക്കൾ എന്തൊക്കെ കേൾക്കുമോ അതൊക്കെയാണ്. 26ാമത്തെ ആഴ്ച കാഴ്ച രൂപപ്പെടുമെങ്കിലും കുഞ്ഞ് ജനിച്ചാൽ ഉടനെ കുഞ്ഞിന് കാണുക വളരെ നിഴലുകൾ മാത്രമാണ്. അതങ്ങനെ വികസിച്ച് വന്ന് കണ്ണ് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ലോകക്കാഴ്ച കുഞ്ഞ് ആരംഭിക്കുമ്പോഴേക്ക് ഏകദേശം 6 മാസം എടുക്കും. എന്നാൽ കേൾവി ഗർഭാശയത്തിൽ വെച്ച് തുടങ്ങുന്നു. ഗർഭാശയത്തിൽ വെച്ച് കുഞ്ഞ് കേൾക്കാൻ തുടങ്ങുന്നു. പാരന്റിങ്ങിന്റെ 1ാമത്തെ പാഠം, ഈ സമയത്ത് കുഞ്ഞ് കേൾക്കരുത് എന്നാഗ്രഹിക്കുന്നത് ഒന്നും തന്നെ
മാതാക്കൾ കേൾക്കരുത് എന്ന പാഠമാണ്. ഈ സമയത്ത് കുഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തും മാതാക്കൾക്ക് കേൾക്കാമെന്ന പാഠവുമാണ്. ഈ സമയത്ത് കുഞ്ഞിൻ്റെ തലച്ചോറിൽ രേഖപ്പെടുത്തപ്പെടുന്ന സംഗതി എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. ഉണങ്ങാത്ത സിമെന്റിൽ എഴുതിയതുപോലെ എന്നാണ് നാഡീശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയുക. ഉണങ്ങാത്ത സിമെന്റിൽ എഴുതിയാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മായ്ക്കാൻ കഴിയുമോ? മായ്ക്കണമെങ്കിൽ വേറെ സിമെന്റ് ഇടണം. പിന്നെ എന്താ ചെയ്യുക? സിമെന്റിൽ അങ്ങനെ എഴുതി വെച്ചത് പിന്നെ നമ്മൾ ചെയ്യുക, മായ്ക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഡിസൈൻ അവിടെയും ഇവിടെ എല്ലാം കൊടുത്ത് അതൊരു ഡിസൈനാക്കി മാറ്റാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. പക്ഷേ മായ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. 24ാമത്തെ ആഴ്ച മുതൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടന്ന് കുട്ടി കേൾക്കുന്നത് കുട്ടിക്ക് അപകടകരമായ കാര്യങ്ങളാണെങ്കിൽ അറിയുക, നിങ്ങൾ ഒന്നാമതായി കുട്ടിയോട് ചെയ്യുന്ന ക്രൂരത അവിടെ നിന്നാണ്. ആ അപകടകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണോ നിങ്ങളുടെ കുട്ടി ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊന്നും തന്നെ നിങ്ങളുടെ ശ്രാവ്യ മണ്ഡലത്തിൽ ആ സമയത്ത് കടന്നു വന്നുകൂടാ. നിങ്ങൾ നല്ല മ്യൂസിക്കും ഡാൻസുമാണ് ആ സമയത്ത് കാണുന്നതെങ്കിൽ ഡ്രം അടിക്കാനുള്ള 2 ചട്ടകങ്ങളുമായിട്ടായിരിക്കും കുട്ടി പുറത്തേക്ക് വരുന്നത് തന്നെ. നിങ്ങൾ കാണുന്ന മ്യൂസിക്കിന്റെ ഒപ്പമുള്ള ആട്ടങ്ങൾ അത് കുട്ടി ഭാവിയിൽ ആടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടുകൊള്ളുക എന്നാണ് പാരന്റിങ് രംഗത്തുള്ളവർക്ക് പറയാനുള്ളത്. നിങ്ങൾ ആക്ഷൻ ത്രില്ലറുകളുടെ ഒച്ചപ്പാടുകളും വെടിവെപ്പുമെല്ലാമാണ് ഈ സമയത്ത് കേൾക്കുന്നത് എങ്കിൽ കുട്ടി പുറത്തേക്ക് വരുന്നത് തന്നെ ചിലപ്പോൾ ഒരു AK-47 മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും. ചിലപ്പോൾ വെക്കുക വെടി ആദ്യം പിതാവിൻ്റെ നേർക്കായിരിക്കും, അല്ലെങ്കിൽ മാതാവിൻ്റെ നേർക്ക് തന്നെയായിരിക്കും. അത് വെടിയുടെ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല. ഇവിടെയാണ് നമ്മൾ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന പ്രസക്തമാകുന്നത്. മക്കളോട് കാരുണ്യം കാണിക്കാൻ, മക്കളെ തോന്നിവാസികളാക്കാതിരിക്കാൻ, മക്കളെ അധാർമികതരാക്കി മാറ്റാതിരിക്കാൻ നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ചിട്ടകളും ചിട്ടവട്ടങ്ങളും നമ്മൾ തിരിച്ചറിയേണ്ടത്. ജനിച്ചു കുഞ്ഞ്, ഇനിയോ ആദ്യത്തെ 6 മാസക്കാലം റാപ്പിഡ് ഗ്രോത്ത് ആണ് എന്നാണ് പറയുക. അതിശീഘ്രമായ വളർച്ചയാണ് തലച്ചോറിലെ സിനാപ്സുകൾക്ക്. ഈ 6 മാസക്കാലം കുഞ്ഞിനൊരു വിവരവുമില്ല, കുഞ്ഞിനൊരു അറിവുമില്ല എന്നാണ് നമ്മൾ കരുതുക. എന്നാൽ കുഞ്ഞ് കേൾവിയിലൂടെയും സ്പർശത്തിലൂടെയും സ്വാദിലൂടെയും കാഴ്ചയിലൂടെയും എല്ലാം തന്നെ കുഞ്ഞ് ലോകത്തെ അതിശീഘ്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശീഘ്രം അതിപെട്ടെന്ന് വളരെ പെട്ടെന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്താണോ അവൻ അനുഭവിക്കാൻ കൊടുക്കുന്നത് അതനുസരിച്ചാണ് അവൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. പിന്നെയുള്ള 6 മാസത്തിന് ശേഷമുള്ള 2.5 വർഷവും ഞാൻ നേരത്തെ പറഞ്ഞു 3 വയസ്സ് വരെയുള്ള സമയം കുഞ്ഞു മാതാവിൻ്റെ മടിത്തട്ടിൽ വളരുന്ന സമയമാണ് 3 വയസ്സ് വരെയുള്ള സമയം. മാതാവിനും പിതാവിനുമല്ലാതെ കുട്ടിയുടെ ജീവിതത്തിൽ മറ്റാർക്കും തന്നെ യാതൊരു രൂപത്തിലുമുള്ള ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത സമയം. ഈ സമയത്ത് നമ്മൾ സ്കൂളിലേക്ക് 3 വയസ്സ് പഠിഞ്ഞ കുട്ടിയെ പറഞ്ഞയക്കുമ്പോഴേക്ക് കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചയുടെ ഒരു പ്രാഥമികമായ പ്രധാനപ്പെട്ട ഘട്ടം കഴിഞ്ഞു. ഏകദേശം 1280 ഗ്രാം വളർച്ചയെത്തിയ തലച്ചോറുമായിട്ടാണ് കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോഴേക്ക് കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ അവൻ പഠിച്ചു കഴിഞ്ഞു.
ആ പാഠങ്ങൾ നിങ്ങളിൽ നിന്നാണോ കുട്ടി പഠിക്കുന്നത്, അതല്ല നിങ്ങളുണ്ടാക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണോ എന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളിൽ നിന്ന് കുട്ടി സംസ്കാരം പഠിക്കണം, നമ്മളിൽ നിന്ന് കുട്ടി ധാർമ്മികത പഠിക്കണം, നമ്മളിൽ നിന്ന് കുട്ടി ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം, നമ്മളിൽ നിന്ന് കുട്ടി സമൂഹത്തെ അറിയണം, നമ്മുടെ സ്പർശത്തിൽ നിന്ന് കുട്ടി സ്നേഹമെന്താണ് എന്ന് തിരിച്ചറിയണം, നമ്മുടെ കൊഞ്ചിക്കലുകളിൽ നിന്ന് കുട്ടി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കണം, നമ്മളുടെ പെരുമാറ്റത്തിൽ നിന്ന് കുട്ടി എങ്ങനെ പെരുമാറണമെന്ന് തിരിച്ചറിയണം. എന്നാൽ കുട്ടി അങ്ങനെയാണോ ഇന്ന്? കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്നത് നമ്മളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ സ്വീകരണ മുറിയിലെ വിഡ്ഢിപ്പെട്ടിയിൽ നിന്നാണ്. അവിടെ മുതൽ തുടങ്ങുന്നു. കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്നത് നമ്മളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ സ്വീകരണ മുറിയിലെ വിഡ്ഢിപ്പെട്ടിയിൽ നിന്നാണ്. അവിടെ മുതൽ തുടങ്ങുന്നു പ്രശ്നം. മാതാക്കളോടായി അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പറയുന്നൊരു വാക്കുണ്ട്, വളരെ ഗൗരവത്തിൽ നമ്മൾ കേൾക്കണം. ലോകത്തെ ഏറ്റവും സുസംഘടിതമായി സജ്ജമായി പ്രവർത്തിക്കുന്ന സൈക്കാട്രിക് അസോസിയേഷനാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട്, APA.org. നിങ്ങൾക്ക് സന്ദർശിച്ചാൽ കാണാൻ കഴിയും. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ മാതാക്കളോടായി പറയുന്ന വാക്ക്, നിങ്ങളുടെ കുട്ടിയെ ഡോക്ടറോ എഞ്ചിനീയറോ പ്രൊഫഷണലോ ആക്കാൻ കഴിയുമെന്ന് ഒരാൾക്കും നേരത്തെ പറയാൻ കഴിയില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നേ പറയാൻ കഴിയൂ. എന്നാൽ നിങ്ങളുടെ കുട്ടിയെ ഒരു ഇമ്മോറലാക്കണമോ, നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാം. 3 വയസ്സ് വരെയുള്ള സമയം നിങ്ങൾ കുട്ടിയെ മടിയിലിരുത്തി സ്ഥിരമായി നഗ്ന രംഗങ്ങളുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ കണ്ടാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. കുട്ടിയെ ഇമ്മോറലായി തീരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും. നിങ്ങളുടെ കുട്ടി ആന്റി സോഷ്യൽ ആകണമോ, സമൂഹ വിരുദ്ധനാകണമോ, ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും അവനെ അതാക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ കുട്ടിയെ മടിയിലിരുത്തി 3 വയസ്സ് വരെയുള്ള സമയം സ്ഥിരമായി ആക്ഷൻ ത്രില്ലറുകൾ കണ്ടാൽ മതി. എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കേസുകൾ ജനിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കാണുന്നത് ഇവിടെ വെച്ചാണ്. കുട്ടിയെ ഒരു കാരണവശാലും 3 വയസ്സാകുന്ന സമയം വരെ ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുന്നിലേക്ക് പോലും കൊണ്ടുപോകരുത് എന്ന് നാഡീശാസ്ത്രജ്ഞന്മാർ ആണയിട്ട് നമ്മളോട് പറയും. എന്തുകൊണ്ടെന്നാൽ ടെലിവിഷൻ സ്ക്രീനിൽ മാറി വരുന്ന ദൃശ്യങ്ങൾ കുട്ടിയുടെ കണ്ണിനും തലച്ചോറും തമ്മിലുള്ള ബന്ധത്തെ ദോഷകരമായി ബാധിക്കും എന്ന ശരീരശാസ്ത്ര പ്രശ്നവും, അതോടൊപ്പം തന്നെ TV-യിൽ വരുന്ന പ്രോഗ്രാമുകൾ കുട്ടിയെ അപകടകരമായി ബാധിക്കുന്നു എന്ന വസ്തുതയും വെച്ചുകൊണ്ടാണത്. നമുക്കെല്ലാം ഒടിവുകഴിവുകളുണ്ട്. നമ്മൾ പറയും എത്രയെത്ര നന്മകളുണ്ട് അതിൽ. ഞാൻ ന്യൂസ് മാത്രമേ കാണാറുള്ളൂ കുട്ടിയെ മടിയിലിരുത്തി. ന്യൂസും കൂടി കാണാതിരിക്കാൻ ആർക്കാണ് കഴിയുക? ശരി, എല്ലാം ന്യായങ്ങളാണ്. പക്ഷേ ന്യൂസുകൾക്കിടക്ക് നിങ്ങളുടെ തലച്ചോറിനെ അടിമപ്പെടുത്തുവാൻ വേണ്ടി അതിസമർത്ഥമായി നിർമ്മിക്കപ്പെടുന്ന പരസ്യങ്ങളുണ്ടല്ലോ, അത് കുട്ടിയുടെ തലച്ചോറിനെ എങ്ങനെ അപകടകരമായി ബാധിക്കും എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു പരസ്യം രൂപപ്പെടുന്നത് സമർത്ഥമായ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷമാണ്. ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ തലയിലേക്ക് അടിച്ചു കയറ്റണം എന്ന് ഒരു കമ്പനി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിദഗ്ധർ, പരസ്യരംഗത്തെ മാർക്കറ്റിങ്ങിൻ്റെ രംഗത്തെ വിദഗ്ധന്മാർ ആ ഏതൊരു സമൂഹത്തിൻ്റെ തലച്ചോറിലേക്കാണോ അടിച്ചു കയറ്റേണ്ടത് ആ സമൂഹത്തിൻ്റെ മോഡലുകളുടെ FMRI എടുത്ത്
അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അതിനടിമപ്പെടുത്തണമെന്ന് പരിശോധിച്ച് പ്രൈമിങ്ങും ബ്രാൻഡിങ്ങും എല്ലാം നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ശാസ്ത്രത്തിനാണ് ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുക. ഇങ്ങനെ പ്രായപൂർത്തിയെത്തിയ വളർന്ന തലച്ചോറിനെ അടിമപ്പെടുത്താൻ വേണ്ടി സമർത്ഥമായി നിർമ്മിക്കപ്പെടുന്ന പരസ്യങ്ങൾ വളരാത്ത തലച്ചോറുള്ള കുട്ടിയുടെ മുന്നിലേക്ക് തുറന്നു വെക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതാണ് 7 വയസ്സുകാരൻ 8 വയസ്സുകാരൻ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നത്. അല്ലേ? ബ്രാൻഡിങ് നടന്നു കഴിഞ്ഞു തലച്ചോറിൽ. മുമ്പ് കുപ്പായത്തിൻ്റെ ഭംഗിയായിരുന്നു പ്രശ്നം, രൂപമായിരുന്നു പ്രശ്നം. ഇന്ന് ഭംഗിയും രൂപവുമല്ല, ബ്രാൻഡാണ് കുട്ടിയുടെ തലച്ചോറിലുള്ളത്. എങ്ങനെ അതുണ്ടാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ കുട്ടിയുടെ വ്യക്തിത്വത്തെ വളർത്തേണ്ടത് നമ്മുടെ ഇടപെടലുകളാണ്. മറ്റാരെയൊക്കെയോ ഉണ്ടാക്കി വെച്ച പ്രോഗ്രാമുകളല്ല കുട്ടിയുടെ വ്യക്തിത്വത്തെ വളർത്തേണ്ടത്. മാതാക്കളും പിതാക്കളും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടി നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലായിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മാതാക്കളും പിതാക്കളും ആ കുട്ടിക്ക് നൽകേണ്ടത് അവൻ്റെ സ്പർശത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, വർത്തമാനങ്ങളിലൂടെ, സംവേദനങ്ങളിലൂടെ നടക്കാൻ കഴിയണം. അതിന് വർത്തമാനത്തിന് നമുക്കിവിടെ സമയം. കേരളത്തിലെ ശരാശരി പിതാവ് ഒരു കുഞ്ഞുമായി, തൻ്റെ മകനുമായി, മകളുമായി സംസാരിക്കുന്നത് 8 മിനിറ്റാണ് ഒരു ദിവസം. 7 മിനിറ്റ്. ശരാശരി മാതാവ്, ജോലി ചെയ്യുന്ന മാതാവാണെങ്കിൽ 8 മിനിറ്റും, വീട്ടുജോലി ചെയ്യുന്ന മാതാവാണെങ്കിൽ അത് 30 മിനിറ്റുമാണ് എന്നാണ് കണക്ക്. ഇത് കുട്ടിയുമായി സംവേദനത്തിൻ്റെ സമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയം. ഇത് ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം കുട്ടിയുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, മറിച്ച് ടിവിയും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും കാര്യങ്ങളും ഗെയിംസുമെല്ലാമായി തീരും. അതിനു പകരം നമ്മൾ കുട്ടിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കണം. നന്മ നിറഞ്ഞ കുട്ടിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗർഭകാലം മുതൽ തുടങ്ങണം. ഗർഭിണിയാകുന്ന സമയത്ത് ഫുൾ റെസ്റ്റാണ്. അതുകൊണ്ട് നാട്ടിലുള്ള CD മുഴുവനും കണ്ടു തീർക്കാനുള്ള സമയമല്ല അത്. മറിച്ച് നല്ലത് കേൾക്കേണ്ട സമയമാണത്. നല്ലത് കേൾക്കണം. ആ സമയത്ത് നന്മ നിറഞ്ഞ വർത്തമാനങ്ങൾ കേൾക്കണം, നന്മ നിറഞ്ഞ കാര്യങ്ങൾ അനുഭവിക്കണം. ഭർത്താക്കന്മാർ സ്ത്രീകൾക്ക് ടെൻഷനായി മാറാതിരിക്കാൻ ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം പിതാവിൻ്റെ തലോടൽ കുട്ടി ആഗ്രഹിക്കുന്ന സമയമാണത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ തലോടൽ നൽകാൻ കഴിയുന്ന മനസ്സും ശരീരവും ഉള്ള ആളുകളായി ഇണകൾ മാറണം. അങ്ങനെ മാറുമ്പോൾ കുട്ടിയുടെ മാനസികാരോഗ്യത്തെ അത് ഗുണകരമായി ബാധിക്കും. ഗർഭകാലഘട്ടത്തിൽ നിങ്ങൾ സ്ഥിരമായി ഖുർആൻ പാരായണം ശ്രമിച്ചു നോക്കൂ, സ്ഥിരമായി നല്ല പ്രഭാഷണങ്ങൾ കേട്ടു നോക്കൂ, നല്ല ഉപദേശങ്ങൾ കേട്ടു നോക്കൂ. മനസ്സിന് സംതൃപ്തിദായകമായ, മനസ്സിന് ടെൻഷൻ തരാത്ത, മനസ്സിന് സ്ട്രെസ് നൽകാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങളുടെ കുട്ടിയുടെ മാനസികാരോഗ്യം അതനുസരിച്ച് നന്മയുണ്ടാകും. പരിശുദ്ധ ഖുർആൻ പാരായണം സ്ഥിരമായി കേൾക്കുന്ന ആളുകൾ കുട്ടി വലുതാകുമ്പോൾ ഖുർആനിനോടുള്ള ഇഷ്ടവും അടുപ്പവും വളരുന്നത് നിങ്ങൾക്ക് നേർക്ക് നേരെ കാണാൻ കഴിയും. നേർക്ക് നേരെ കാണാൻ കഴിയും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂസിക്കും പാട്ടും ഒച്ചപ്പാടുകളുമാണെങ്കിൽ അതും നിങ്ങൾക്ക് നേർക്ക് നേരെ കാണാൻ കഴിയും. ഇവിടെയാണ്
ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ അവബോധമുണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു, കുട്ടിയെ ഡോക്ടറും എഞ്ചിനീയറുമെല്ലാമാക്കാൻ നമുക്ക് ചിലപ്പോൾ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആ ഡോക്ടറും എഞ്ചിനീയറുമെല്ലാം നമ്മുടെ തന്നെ ശത്രുക്കളായി മാറുന്ന അവസ്ഥാവിശേഷം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്, കേരളത്തിലെ ഹൈക്കോടതിയുടെ മുറ്റത്തു നിന്ന്. കേരള ഹൈക്കോടതിയുടെ മുറ്റത്ത് എന്നും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 18 വയസ്സുവരെ കുട്ടിക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടത് മുഴുവനും ഒരുക്കി കൊടുക്കുകയും മകളൊന്ന് വളർന്നു കണ്ട് അവളൊന്ന് ഉദ്യോഗത്തിലിരുന്ന് അവളൊന്ന് നല്ല നിലയിലെത്തി തനിക്കിഷ്ടപ്പെട്ട ഒരാണിൻ്റെ കയ്യിൽ അവളെ പിടിച്ചു കൊടുക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുകയും അതിനുവേണ്ടി ഗൾഫിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ചോരനീരാക്കി അധ്വാനിക്കുകയും വിയർപ്പുതുള്ളികൾ ഒഴുക്കി സ്വന്തം ജീവിതത്തെ ഹോമിച്ച് മക്കൾക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്ത മാതാക്കളും പിതാക്കളും കരഞ്ഞു നിൽക്കുന്ന കണ്ണുനീരിൻ്റെ കാഴ്ച കേരള ഹൈക്കോടതിയുടെ മുറ്റത്തെപ്പോഴും കാണുന്നത്. താൻ ഇന്നലെ കണ്ട പുരുഷന്റെ അവൻ ഏതാണ് ജാതി എന്ന് പോലും നോക്കാതെ, എവിടെ നിന്ന് വരുന്നു എന്നറിയാതെ, അവൻ്റെ സംസ്കാരം എന്ത് എന്ന് പരിഗണിക്കാതെ ഈ 18 വർഷക്കാലവും തന്നെ വളർത്തിപ്പോറ്റിയുണ്ടാക്കിയ മാതാക്കളും പിതാക്കളും കരഞ്ഞു നിൽക്കുമ്പോൾ കോടതിയുടെ മുന്നിൽ എനിക്ക് ഈ പുരുഷൻ മതി എന്ന് പറഞ്ഞ് കൈപിടിച്ചു പോകുന്ന ആ പുരുഷൻ്റെയും പെണ്ണിൻ്റെയും മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാതാക്കളുടെയും പിതാക്കളുടെയും ചിത്രം ഒരുപാട് കാണേണ്ടി വരുന്ന കാഴ്ചയാണ് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ. ഇത് എൻ്റെയും നിങ്ങളുടെയും മക്കളായി തീരാതിരിക്കാൻ അവിടെയാണ് നാം കേവലം സമൂഹത്തെ ചുറ്റുപാടിനെ മീഡിയയെ കുട്ടിയുടെ വ്യക്തിത്വത്തെ വളർത്തുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നത്. കുട്ടിയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നു എന്ന് കുട്ടി അറിയുന്ന രൂപത്തിൽ തന്നെ സ്നേഹിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മക്കളെ സ്നേഹിച്ചത് ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ. സ്വന്തം പേരക്കുട്ടികളെ സ്നേഹിച്ചത് ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ. ഹസനെയും ഹുസൈനെയും റളിയല്ലാഹു അൻഹും അവരുമായി റസൂലുള്ള കളിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? കേവലം 23 വർഷത്തിന്റെ ഇടക്ക് 100ഓളം യുദ്ധങ്ങൾ നയിച്ച സൈന്യാധിപൻ. കേവലം 23 വർഷങ്ങൾക്കിടക്ക് സംസ്കാരത്തിന്റെ വട്ടപൂജ്യത്തിൽ നിന്നിരുന്ന ഒരു സമൂഹത്തെ ലോകത്തിന് മുഴുവനും മാതൃകയായ സമൂഹമാക്കി വളർത്തിയ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവ്. കേവലം 23 വർഷങ്ങൾക്കിടക്ക് ലോകം അന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യത്തെ പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യ സ്ഥാപകൻ. ഇങ്ങനെയുള്ള പ്രവാചകൻ, ആ പ്രവാചകന് 9 ഇണകളും ഒരുപാട് പേരക്കുട്ടികളും മക്കളുമെല്ലാം ഉണ്ടായിട്ടും ആ ഇണകൾക്ക് മുഴുവനും സംതൃപ്തി നൽകുകയും മക്കളെ സ്നേഹിക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്ത പ്രവാചകൻ. റസൂലുള്ള മക്കളെ സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുക കൂടിയായിരുന്നു. പ്രവാചകന്റെ പ്രാർത്ഥന ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് നമ്മൾ കാണും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസനെയും ഹുസൈനെയും റളിയല്ലാഹു അൻഹുമ എടുത്തുയർത്തിക്കൊണ്ട്, അല്ലാഹുവേ ഞാൻ ഇവരെ സ്നേഹിക്കുന്നു, നീയും ഇവരെ സ്നേഹിക്കണമേ എന്ന് പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് സഹാബിമാരാണ്. അതിനർത്ഥം പ്രവാചകൻ പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്ന കാര്യം എന്നാണ്. എൻ്റെയും നിങ്ങളുടെയും മക്കൾ നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്ന് അറിയാനുള്ള അവസരമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കുക ആത്മാർത്ഥമായി. നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്നറിയാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? മക്കൾ ചിന്തിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ചെറുപ്പത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്താണ്? അവർക്ക് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്താണ്? എങ്ങനെയോ മാതാപിതാക്കളുടെ സുഖത്തിന് വേണ്ടിയുള്ള പ്രയാണത്തിനിടക്ക് ഒരു പ്രോഡക്റ്റായി പറന്നുപോയത് കൊണ്ട് ഞങ്ങളെ നോക്കാൻ ഉത്തരവാദപ്പെട്ട അവർ
അവർ ഭാവിയിൽ ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ലക്ഷ്യം, ഇപ്പോൾ ഞങ്ങളോട് ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ ലക്ഷ്യം വലുതായാൽ തിരിച്ചും ഇതേപോലെ ചെയ്യണമെന്ന ആഗ്രഹം മാത്രം എന്ന തലത്തിലാണോ കുട്ടി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? നമ്മൾ ആലോചിക്കണം. സ്നേഹം, അംഗീകാരം എന്നെല്ലാം പറയുന്നത് അടിസ്ഥാനപരമായ മാനുഷിക ചോദനകളാണ്. സ്നേഹവും അംഗീകാരവും മനുഷ്യന് അനിവാര്യമാണ്. ആ സ്നേഹം നൽകാനും വാങ്ങാനും കഴിയണമെങ്കിൽ സ്നേഹം സ്നേഹമാകണം. സ്നേഹം നമ്മുടെ സ്വാർത്ഥതയാകരുത്. സ്നേഹം കൊടുക്കാൻ കഴിയുക അപ്പോഴാണ്. സ്നേഹം കൊടുക്കാൻ കഴിയുമ്പോൾ ലഭിക്കും. ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിലാണെങ്കിലും മക്കളും മാതാപിതാക്കളും തമ്മിലാണെങ്കിലുമെല്ലാമുള്ള ബന്ധത്തിലെ സ്നേഹത്തിൻ്റെ സംവേദനം നടക്കേണ്ടത് അതിസൂക്ഷ്മതലത്തിലുള്ള ഈ സൗന്ദര്യാത്മകതയിലാണ്. സ്നേഹം, കുട്ടികൾക്ക് സ്നേഹം നൽകാൻ, സ്നേഹം വാങ്ങാൻ, ആ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ, അതിന് അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ, അതിനെല്ലാം നമുക്ക് സാധിക്കണം. മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് മക്കൾ, നാട്ടിലുള്ള മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ടാകാം. തീർച്ചയായും അവിടെയാണ് റിമോട്ട് പാരൻറ്റിങ്ങിൻ്റെ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ അവിടെയും നമ്മുടെ മക്കളെ നമ്മൾ പോസിറ്റീവായി പരിഗണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ഈ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തുന്ന രീതി നിങ്ങൾ നോക്കൂ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി കളിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൃഗമായി 4 കാലിൽ നിന്ന് കൊടുക്കുന്നു. എന്നിട്ട് കുഞ്ഞുങ്ങളെ പുറത്ത് കയറ്റി സവാരിക്കാരനായി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പക്ഷേ കുഞ്ഞുങ്ങളോടൊരു കളവ് പറയാൻ ആരെങ്കിലും ദൃഷ്ടരായാൽ അവരുടെ മുന്നിൽ ശക്തമായ വിലങ്ങുതടിയായി നിൽക്കുന്നു. പ്രവാചകന്റെ അനുചരന്മാർ ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് നമ്മൾ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലുള്ള സമയത്ത് പ്രവാചകാനുചരയായ ഒരു സ്ത്രീ, സഹാബ വനിത, സ്വന്തം മകനോട് മോനെ ഇങ്ങോട്ട് വാ, ഇത് തരാം എന്ന് പറഞ്ഞു വിളിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിക്കുന്നു, താങ്കൾ എന്താണ് ഒരു സാധനം തരാമെന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ താങ്കൾ എന്താണ് അവൻ വന്നാൽ കൊടുക്കാൻ പോകുന്നത്? തിരിച്ചു പറയുന്നു അവർ, ഞാനൊരു കാരൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പച്ചക്കള്ളം രേഖപ്പെടുത്തപ്പെടും കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മുന്നറിയിപ്പ്. നമ്മുടെ കുട്ടികളെ കള്ളന്മാരാക്കിയത്, കളവ് പറയാൻ പഠിപ്പിച്ചത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടി നമ്മൾ നമ്മുടെ ഹിസ്റ്ററി എടുക്കുക. മാതാപിതാക്കളുടെ പരസ്പരമുള്ള സംവേദനങ്ങളിൽ, മാതാക്കൾ പിതാക്കളോടും പിതാക്കൾ മാതാക്കളോടുമുള്ള വർത്തമാനങ്ങളിൽ കള്ളം കടന്നു വരുന്നത് കുട്ടി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ, സിനിമകളിൽ, അവൾ കാണുന്ന സംഭവങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയുന്നത് ശീലമാകുന്നതുണ്ട്. അതോടൊപ്പം തന്നെ കള്ളം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കുക എന്നത് ഒരു തരത്തിലുള്ള വലിയ സാഹസമായി, വലിയ ഒരു പ്രവർത്തനമായി അവതരിപ്പിക്കുന്ന രൂപത്തിലുള്ള സീരിയലുകളും സിനിമകളും കണ്ടുകൊണ്ട് കുട്ടി വളരുന്നു. ഇവിടെയാണ് കുട്ടിയുടെ വ്യക്തിത്വം പ്രശ്നമാകുന്നത്. അവിടെയാണ് കുട്ടിയുടെ വ്യക്തിത്വത്തെ നമ്മൾ കളങ്കപ്പെടുത്തുന്നത്. നമ്മൾ ഈ സമയത്ത് കുട്ടികൾക്ക് നൽകുന്ന കമ്പ്യൂട്ടർ ഗെയിമുകൾ, ആ ഗെയിമുകൾ കുട്ടിയെ പഠിപ്പിച്ചത് എന്താണ്? പരമാവധി പോയിന്റ് നേടിയെടുക്കാൻ മറ്റവനെ ആക്രമിക്കണമെന്നല്ലേ, ഇടിച്ച് തള്ളിയിടണമെന്നല്ലേ, കാർ ഇടിച്ച് ശരിയാക്കണമെന്നല്ലേ, അല്ലെങ്കിൽ അവൻ്റെ മുഖം ഇടിച്ച് വികൃതമാക്കണമെന്നല്ലേ? ഓരോ ഇടിക്കും അനുസരിച്ച് പോയിന്റുകൾ വരുന്നത് കാണുമ്പോൾ കുട്ടിയുടെ ജീവിതത്തിലും മറ്റവനെ ഇടിച്ച് കശാപ്പ് ചെയ്ത് ശരിയാക്കണമെന്ന് അവൻ തീരുമാനിച്ചുവെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊടുത്ത കമ്പ്യൂട്ടർ ഗെയിമാണ് അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയണം. ഇവിടെയെല്ലാം നമുക്ക് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക. സ്നേഹമെന്നാൽ കുട്ടിക്ക്
ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല, കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കലാണ്. ഇഷ്ടമുള്ളതും ആവശ്യമുള്ളതും രണ്ടാണ്. ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കലല്ല സ്നേഹം, ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യലല്ല സ്നേഹം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യൽ. ആവശ്യമുള്ളതെല്ലാം ചെയ്യുകയും ഇഷ്ടമായതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് മാറ്റിവെക്കുകയും ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്ലാമിക് പാരന്റിങ് കൊണ്ട് നിങ്ങൾക്ക് ഫലമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മക്കൾ, തൻ്റെ പേരക്കുട്ടികൾ, ചെറിയ കുട്ടികൾ മുട്ടിലിഴയുന്ന സമയത്ത് എല്ലാ നിലക്കും പ്രവാചകൻ സ്നേഹിച്ച കുട്ടികൾ, എല്ലാ നിലക്കും പ്രവാചകൻ ഇഷ്ടപ്പെട്ട കുട്ടികൾ, പ്രവാചകൻ കളിക്കുന്ന കുട്ടികൾ ഖുതുബയുടെ സ്റ്റേജിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളതാ സ്വന്തം വീട്ടിൽ നിന്ന് പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗം നിർത്തി താഴേക്കിറങ്ങിപ്പോയി കുഞ്ഞുങ്ങളെ തോളിലേറ്റി കയറി വന്ന് പ്രസംഗിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പള്ളിയിൽ അതാ കാരക്ക കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നു. എന്താണ് ആ കാരക്ക? സക്കാത്തിൻ്റെ കാരക്കയാണ്. സക്കാത്ത് നൽകുന്നതിന് വേണ്ടി ആളുകൾ കൊടുത്ത സക്കാത്തിൻ്റെ കാരക്ക കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളാണ്. ഹസൻ റളിയല്ലാഹു അൻഹു ഈ കുഞ്ഞിനൊന്നും അറിയില്ലല്ലോ, കുഞ്ഞു പോയി ഈ കാരക്ക കഷ്ണമെടുത്ത് തിന്നാൻ തുടങ്ങുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയോട് സ്നേഹമുള്ള പ്രവാചകൻ, കുട്ടിയെ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ, കുട്ടിയെ പ്രയാസപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ, കുട്ടിയെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത പ്രവാചകൻ, പക്ഷേ അവിടെ ഇടപെടാതിരിക്കുന്നില്ല. റസൂലുള്ള അവിടേക്ക് ചെല്ലുന്നു, കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനോട്, മകനെ ഇത് നമുക്ക് അനുവദനീയമല്ല എന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് വായിൽ നിന്ന് അത് പൂർണ്ണമായി തുപ്പിക്കളയിക്കുന്നു കുഞ്ഞിനെ കൊണ്ട്. ഒരു തിന്മ, ഒരു ഹറാം കുഞ്ഞിൻ്റെ ശരീരത്തിലായിക്കൂടാ എന്ന് നിർബന്ധമുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നു. ആ ഇടപെടൽ എവിടെ നടക്കണം? ഇവിടെ നടക്കണം. ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നമസ്കാരത്തിൻ്റെ സന്ദർഭമാണ്, ളുഹർ നമസ്കാരം. പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ല, സുജൂദിൽ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. കുറേ നേരമായിട്ടും റസൂലുള്ള എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ചില സഹാബിമാരൊന്നിങ്ങനെ തലപൊക്കി നോക്കി, എന്താണ് സംഭവം? എണീറ്റത് ഞങ്ങൾ അറിയാത്തത് കൊണ്ടാണോ? അപ്പോൾ അവർ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരടിയിലിരിക്കുകയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബിമാർ ചോദിച്ചു, പ്രവാചകരെ ഇന്നെന്താ സുജൂദിൽ ഒരുപാട് സമയം, വല്ല വഹിയും വന്നോ? റസൂലുള്ളാഹി, പ്രവാചകരെ ഇന്നെന്താ സുജൂദിൽ ഒരുപാട് സമയം, വല്ല വഹിയും വന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹിയൊന്നും വന്നതല്ല, എൻ്റെ കുട്ടി എന്നെ വാഹനമാക്കി അവനെ പ്രയാസപ്പെടുത്തുന്നത് ഞാൻ വെറുത്തു. നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ കുഞ്ഞിനെ പ്രയാസപ്പെടുത്തുന്നത് റസൂലുള്ള വെറുത്തു. എന്തേ കാരണം? ഇതേ പ്രവാചകനാണ് ഹറാമ് വായിലേക്ക് പോയപ്പോൾ തടുത്തു നിർത്തിയത്. എന്തേ നമസ്കാരത്തിൻ്റെ സമയത്ത് കുഞ്ഞിനെ പ്രയാസപ്പെടുത്തുന്നത് റസൂലുള്ള ഇഷ്ടപ്പെടാതിരുന്നത്? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എല്ലാ സമയത്തും നന്നായി പെരുമാറുന്ന പ്രവാചകൻ, ഏത് സമയത്തും കുഞ്ഞിനെ ഇഷ്ടം കാണിക്കുന്ന പ്രവാചകൻ, കുഞ്ഞിനോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന പ്രവാചകൻ, വാത്സല്യത്തോടുകൂടി പോരുന്ന പ്രവാചകൻ, നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ കുട്ടിക്ക് നമസ്കാരമാണ് എന്ന് തിരിച്ചറിയാതെ കളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ സമയത്ത് ക്രുദ്ധമായി, മോശമായി, കുട്ടിയുടെ ശരീരത്തിന് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ, കുട്ടിയെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ പ്രവാചകൻ പ്രതികരിച്ചാൽ കുട്ടിയുടെ മനസ്സിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുക പ്രവാചകനല്ല, മറിച്ച് നമസ്കാരമാണ്. ആ മനസ്സിൽ നമസ്കാരം പ്രതിക്കൂട്ടിലാകും. ഈ എൻ്റെ ഉപ്പാപ്പ നല്ലയാളാണ്, പക്ഷേ നമസ്കരിക്കുന്ന സമയത്ത് മോശമാണ്. ആ നമസ്കാരം മോശപാട് എന്നതിലേക്കാണ് കുട്ടി എത്തുക. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മനസ്സിൽ ഇസ്ലാമികമായ ചിഹ്നങ്ങളും പ്രവർത്തനങ്ങളും മോശമായി ധരിക്കുന്ന രൂപത്തിലേക്ക് കുട്ടിയുടെ ഓടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിക്കൂടാ. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ കുട്ടിയുടെ ഇസ്ലാമിക് സ്റ്റഡീസും ഇസ്ലാമിക പാഠങ്ങളുമെല്ലാം പഠിപ്പിച്ചത് അവന് ഇസ്ലാമിനെ ഇഷ്ടമുണ്ടാക്കുന്ന രീതിയിലാണോ? ധാർമ്മികത ഇഷ്ടമുണ്ടാക്കുന്ന രീതിയിലാണോ?
നല്ല സ്വഭാവങ്ങളെ ഇഷ്ടമുണ്ടാക്കുന്ന രീതിയിലാണോ? അതല്ല ഇതെല്ലാം ഒരു ഇടങ്ങാറ്, ഒരു വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിലാണോ? ഇവിടെയല്ല പാട്. മക്കളുടെ നന്മക്ക് വേണ്ടി നമുക്കൊരുപാട് ചെയ്യുവാനുള്ളത്. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചെറിയ പ്രായത്തിൽ മുതൽ ആരംഭിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ, അഥവാ ഗർഭാശയത്തിനകത്ത് വെച്ച് കുഞ്ഞു രൂപപ്പെട്ട് ഉരുവപ്പെടുന്ന സന്ദർഭത്തിൽ മുതൽ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ പെരുമാറ്റത്തിന്, നമ്മുടെ കൊള്ളക്കൊടുക്കകൾക്ക്, നമ്മളെന്ത് കേൾക്കണമെന്ന് തീരുമാനിക്കുന്നിടത്ത്, നമ്മളെന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നിടത്ത്, നമ്മളെന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നിടത്ത് എല്ലാം തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, അതനുസരിച്ച് നമ്മൾ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ, മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് കുഞ്ഞുങ്ങളോട് നമ്മൾ കാരുണ്യം കാണിക്കുന്നവരാണ് എന്ന് പറയാൻ കഴിയും. ഇല്ലെങ്കിലോ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വാർത്ഥതയുടെ സന്തതികൾ മാത്രമാണ് എന്നാണ് വരിക. ആ കുഞ്ഞുങ്ങളെ നമുക്ക് ഭാവിയിലും നന്മക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി, നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവരായി, നമ്മളുടെ നേരെ നന്മ, കാരുണ്യം ചൊരിയുന്നവരായി തീരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാതാപിതാക്കൾക്ക് നേരെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കേണ്ടവരാണ് മക്കളെന്നാണ്. കാരുണ്യത്തിന്റെ ചിറകുകൾ നമുക്ക് നേരെ താഴ്ത്തണമെങ്കിൽ ആ മക്കളോട് ലഭിക്കേണ്ട സമയത്ത് കാരുണ്യം കാണിക്കാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ മക്കളെ പഠിപ്പിക്കാൻ, മക്കളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കാൻ, മക്കളെ നന്മയിലൂടെ നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇവിടെ നിങ്ങൾക്ക് മസ്കത്ത് ഇസ്ലാഹി സെൻറ്റർ ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ഉപഹാരം നൽകുന്നുണ്ട്. ആ ഉപഹാരത്തിൽ ഒരു പുസ്തകവും 2 CD-കളുമാണ് ഉണ്ടാവും. പുസ്തകം ജീവിതത്തിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് പുസ്തകം. ജീവിതത്തിലുണ്ടാകേണ്ട അടിസ്ഥാനപരമായ പ്രാർത്ഥനകൾ വിശദീകരിക്കുന്ന പുസ്തകം. ഈ പുസ്തകം നിങ്ങൾ പഠിക്കുക, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് ഇഷ്ടം തോന്നുന്ന രൂപത്തിൽ അതിസുന്ദരമായി ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഇസ്ലാഹി സെൻറ്റർ ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. കുട്ടികൾക്ക് മറ്റ് കോമിക്കുകളും മറ്റുമെല്ലാം കൊടുക്കുന്നതിന് മുൻപ് ഈ പ്രാർത്ഥനകൾ കുട്ടിയെ പഠിപ്പിച്ചാൽ, നന്മ ചെയ്യുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ, മറ്റൊരാൾ നന്മ ചെയ്യുമ്പോൾ അയാളോട് ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയാൻ പഠിപ്പിച്ചാൽ, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ രംഗത്തുമുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചാൽ, നിങ്ങൾ ഒരു നഴ്സറി റൈം പഠിപ്പിക്കുന്നതിന് പകരം, ഒരു പദ്യം പഠിപ്പിക്കുന്നതിന് പകരം ഒരു പാട്ട് പഠിപ്പിക്കുന്ന ലാഘവത്തോടുകൂടി അതിസുന്ദരമായി 3 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയുന്നവയാണിത്. അതുകൊണ്ട് അത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നൽകുന്ന CD നിങ്ങളും കേൾക്കുക, മക്കളെ കേൾപ്പിക്കുകയും ചെയ്യുക. വളരെ ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ആ രൂപത്തിലെല്ലാം തന്നെ നമുക്ക് മക്കളെ നന്മയിലൂടെ നയിക്കുവാൻ നമുക്ക് കഴിയണം. അതിങ്ങനെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ, നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കാൻ എല്ലാം തന്നെ നമുക്ക് സാധിക്കും. എല്ലാം ഒഴുകുമ്പോൾ അതിനനുസരിച്ച് ഒഴുകേണ്ടവരല്ല, മറിച്ച് നമ്മുടെ മക്കൾ നമുക്ക് ഇഹലോകത്തും പരലോകത്തും നന്മ നിറഞ്ഞവരാകാൻ, നമുക്ക് നന്മ നൽകുന്നവരാകാൻ, സമൂഹത്തിന് നന്മ നൽകാൻ കഴിയാൻ എല്ലാം തന്നെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ കഴിയും. അതിനാണ് ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ വളർത്തുന്നതിനെക്കുറിച്ചും മറ്റും വ്യക്തമായിട്ടുള്ള വളരെ വിശദമായി തന്നെ നമ്മുടെ അക്ബർ സാഹിബ് നമ്മളോട് വിവരിച്ചു തരികയുണ്ടായി. അൽഹംദുലില്ലാഹ്. ഇനി ഈ വിഷയമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഞാൻ സലീമാണ് വിളിക്കണേ. ഹലോ, ഞാൻ സലീം, ഇവിടെ അൽഖുറാണ് താമസിക്കാം. എൻ്റെ സംശയം, എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യം, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഉട്ടോപ്യൻ സാമ്രാജ്യത്വവാദം, അതല്ലെങ്കിൽ സാങ്കല്പിക ഉട്ടോപ്യൻ സാമ്രാജ്യത്വം എന്ന ആശയം തള്ളിക്കളയുകയും ഒരു കുട്ടി
ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നല്ല നല്ല കുട്ടിയായിട്ട് വളരണം, ഇത് ഏകമാനവ ബാലൻ എന്ന ഒരു സങ്കല്പത്തിനും ഇടയിൽ ഈ ജന്മന കുറ്റവാളിയായിട്ട് ജനിക്കുന്നു എന്നൊരു ആശയാലികൾ ഒരു സയൻസിൻ്റെ ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. ഒരു കുട്ടി ജന്മന കുറ്റവാളിയായിട്ട് ജനിക്കുന്നു, അതല്ലെങ്കിൽ അവൻ്റെ ജീൻസിലും ക്രോമസോമിലും മൈറ്റോകോൺട്രിയയിലും ഘടനാപരമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം അവൻ തെറ്റുകളിലേക്ക് വഴുതി വീഴുന്നു എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ ശാസ്ത്രങ്ങൾക്ക് അപ്പുറത്ത് ആ കുട്ടി ഈ ലോകത്ത് വളർന്നു വരുന്നത് കാണിച്ചു കൂട്ടുന്ന ഈ കുറ്റകൃത്യങ്ങൾക്ക് നമ്മൾക്ക് എങ്ങനെ തടയാൻ കഴിയും? നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കണം. വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. കുറ്റകൃത്യങ്ങൾക്കെല്ലാം കാരണം ജീനുകളാണ് എന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെങ്ങനെയാണ് കുട്ടികളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ കഴിയുക എന്ന്? ജീനുകളാണ് കുറ്റകൃത്യങ്ങൾക്ക് കാരണമെന്ന പഠനം അടിസ്ഥാനരഹിതപാട് എന്നാണ് അതിനുള്ള ഉത്തരം. നമ്മൾ പാശ്ചാത്യ ലോകത്ത് പുറത്തു വരുന്ന ഇത്തരം പഠനങ്ങളിൽ മിക്കതും ചവറുകളാണ്. അതിന് കാരണം ഈ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ ഇവർ കുറ്റവാളികളോട് മൃദുല സമീപനം വേണമെന്ന് വാദിക്കുന്നവരും സാമൂഹികമായി ആ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ്. അപ്പം അത് വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ജന്മനാ തന്നെ കുറ്റവാളികളാണ് ഓരോരുത്തരും. കുറ്റവാളികൾ മാത്രമല്ല, സ്വവർഗ സ്നേഹം അത് ജന്മനായാണ്. അതേപോലെ തന്നെ മറ്റ് കുറേ വിഷയങ്ങൾ ജന്മനായാണ്, ഹെറിഡിറ്ററിയാണ്, ജനറ്റിക്കാണ് എന്ന് വരുത്തി തീർക്കണം. യഥാർത്ഥത്തിൽ ജീനുകളെക്കുറിച്ചുള്ള പഠനം തന്നെ വ്യക്തമാക്കുന്നത് ഈ കുറ്റകൃത്യങ്ങളെ അനുകൂലിച്ച് പറയുന്ന ആളുകൾ തന്നെ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് ഈ കുറ്റത്തിന് ഉപോത്ബലകമായ ഒരു ജീൻ ഉണ്ടെങ്കിൽ തന്നെ ആ ജീന് അതിൻ്റെ സ്വഭാവം കാണിക്കുക അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്ന്. കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ആ കുറ്റകൃത്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ജീൻ ഒരാളിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഉള്ള ജീന് തന്നെ അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുക, അതല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാകുക എപ്പോൾ മാത്രമാണ്? അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ വരുമ്പോൾ മാത്രമാണെന്നാണ്. അപ്പോൾ സാഹചര്യം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇതിൽ അടിസ്ഥാനപരമായ കാര്യം. മാത്രവുമല്ല, അപ്പോൾ സാഹചര്യം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇതിൽ അടിസ്ഥാനപരമായ കാര്യം. മാത്രവുമല്ല, ഈ ഒരു തലം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. എന്താന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ ഇത് ജനറ്റിക് ആണെങ്കിൽ ഏത് സന്ദർഭം എങ്ങനെ ആയാലും അത് അവരങ്ങനെ തന്നെ ആവണമല്ലോ. എന്നാൽ അങ്ങനെയാകുന്നില്ല എന്നുള്ളത് സാമൂഹ്യ ശാസ്ത്രപരമായ പഠനങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ജനറ്റിക്കാണ് എല്ലാ തിന്മയോടുള്ള വാസന എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ്. ആ വാദത്തിന് ശാസ്ത്രീയമായ പിന്തുണയില്ല. അത് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഈ പാശ്ചാത്യ നാടുകളിലെ കുറ്റവാളികളോടും കുറ്റകൃത്യങ്ങളോടും മൃദുല സമീപനം വേണം എന്ന് വാദിക്കുന്ന ആളുകളുടെ പ്രവർത്തനമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അസ്സലാമു അലൈക്കും. ക്രോമസോമുകളെ കുറിച്ചൊന്നും പറയാൻ അറിയാൻ പാടില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അക്ബർ സാഹിബിൻ്റെ ക്ലാസ്സിൽ അക്ബർ സാഹിബ് ഒന്ന് പറഞ്ഞു പോയി, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു പോയി. ദീനിപരമായ പഠനങ്ങൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ച് കുട്ടികൾ എങ്ങനെയാണ് അതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ദീനിപരമായ ക്ലാസ്സുകളിലൊക്കെ തൃപ്തിയോടുകൂടിയാണോ പോകുന്നത്, അതല്ലെങ്കിൽ അതിനെ എങ്ങനെ തൃപ്തിപരമായ രീതിയിലാക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് എന്ന് ശ്രദ്ധിക്കണം എന്ന്. കാരണം ഇപ്പം ഞാനും ഒക്കെ കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പോകണം, അത് കഴിഞ്ഞ് പിന്നെ മദ്രസയിൽ പോകണം. അത് വളരെ പെയിൻ പിടിച്ചൊരു പരിപാടിയാണ്, വളരെ വേദനാജനകമാണ്. അപ്പോൾ അത് തന്നെ ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ നമ്മൾ കാണുന്നുണ്ട്. കുറേ ബുദ്ധിമുട്ടിയൊക്കെ അവർ കുറേ വെറുത്തിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ അത് പറഞ്ഞു വിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു വിടുന്നുമുണ്ട്. അപ്പോൾ അതിനെ കുറേ കൂടെ സന്തോഷപ്രദമായ രീതിയിലാക്കാൻ അതിനെന്തെങ്കിലും ഒരു എളുപ്പവഴിയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? ദീനീ പഠനങ്ങൾ കുട്ടികൾക്ക് സംതൃപ്തികരമായി ആക്കാൻ എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്നാണ് ചോദ്യം. തീർച്ചയായും എളുപ്പവഴിയുണ്ട്. അതിനൊന്നാമതായി പാരൻസ് ദീനിനെ ഉൾക്കൊള്ളണം. പാരൻസ് ദീനിനെ ഉൾക്കൊള്ളുകയും
ആ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ വളർത്തുകയും കുട്ടിയെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും കുട്ടി സംതൃപ്തമായി ദീൻ ഉൾക്കൊള്ളും. അതില്ലാത്തതുകൊണ്ടാണ് കുട്ടിയെ ചെയ്യിപ്പിക്കേണ്ടി വരുന്നത്. അത് നിങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങൾ നിങ്ങൾ തലച്ചോറിലിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അതെന്താണ്? ഇപ്പോൾ നമുക്ക് ദീൻ വേണ്ട, എന്നാൽ കുട്ടിക്ക് ദീന് വേണം. നമുക്ക് നല്ല സ്വഭാവം വേണ്ട, കുട്ടിക്ക് നല്ല സ്വഭാവം വേണം. നമ്മൾ നന്നായി പെരുമാറാൻ റെഡിയല്ല, കുട്ടി നന്നായി പെരുമാറണം. ഈ രൂപത്തിലാകുമ്പോൾ കുട്ടിയെ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടി വരും. അത് വ്യക്തിയാണെങ്കിലും പാരൻസ് ആണെങ്കിലും ഉസ്താദാണെങ്കിലുമല്ല. ഉസ്താദിൻ്റെ ഒരു ചിത്രം നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിന് എങ്ങനെയാണ്? അല്ലെങ്കിൽ നമസ്കരിക്കണം എന്നെല്ലാവർക്കും അറിയാം. ഈ നമസ്കാരം നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പ്, നമസ്കാരത്തിൻ്റെ ഫിഖ് കുട്ടിക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ്, നമസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രം നമുക്ക് കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് എന്തിന് നമസ്കരിക്കണമെന്നും ആ നമസ്കാരം ആക്കുന്നത് വഴി എനിക്ക് കിട്ടേണ്ടത് എന്ത് എന്നും കുട്ടിയെ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ സാധാരണ ഇത് ഒരു വലിയ സദസ്സാണ് ഇത്തരം ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സാധാരണ പാരൻറ്റിങ് എല്ലായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം ഒരു 40 പേര് 50 പേരുള്ള ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള സദസ്സിലായിരിക്കും പലപ്പോഴും ഈ ഇത്തരം വർക്ക്ഷോപ്പുകൾ കൊടുക്കുക. ഇതൊരു വർക്ക്ഷോപ്പിൻ്റെ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം സന്ദർഭങ്ങളിൽ പണിഷ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാറുണ്ട്. പണിഷ്മെൻറ്റ് പാടുണ്ടോ ഇല്ലേ? എത്രത്തോളം പണിഷ്മെൻറ്റ് പറ്റും? ആ പണിഷ്മെൻറ്റ് തന്നെ പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്താണ്, നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്താണ്? അപ്പോൾ ഞങ്ങൾ പറയും, കുട്ടികളെ അടിക്കരുത്. ഇത് പറയുമ്പോൾ ഉസ്താദുമാർ ഉണ്ടെങ്കിൽ ഉസ്താദുമാരെല്ലാവരും കൂടി ഞങ്ങളുടെ നേരെ ശക്തമായി വീടും. നിങ്ങളാരാ? അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ തല്ലണമെന്ന്. അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ തല്ലണമെന്ന്. പിന്നെ അതിനെതിരിൽ പറയാൻ നിങ്ങൾ ആരാണെന്നാണ് ചോദ്യം. തീർച്ചയായും റസൂൽ പറഞ്ഞതിനെതിരിൽ പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷേ റസൂൽ പറഞ്ഞത് എന്താണ്? കുട്ടിയെ 7ാമത്തെ വയസ്സ് മുതൽ നമസ്കാരം പഠിപ്പിക്കണം, കൂടെ നടന്ന് നമസ്കരിപ്പിക്കണം, പരിശീലിപ്പിക്കണം. 10 വയസ്സായിട്ടും കുട്ടി നമസ്കാരം ശീലിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. നമുക്ക് ഈ 10 വയസ്സായിട്ട് കഴിഞ്ഞത് മാത്രമേ അറിയുള്ളൂ, അതാ പ്രശ്നം. 7 വയസ്സ് മുതൽ നിരന്തരമായ 3 വർഷം കുട്ടിയെ കൂടെ കൊണ്ട് നടന്ന് നമസ്കരിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും തൻ്റെ ശീലമായി നമസ്കാരം മാറ്റുന്ന രൂപത്തിൽ പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടും 3 കൊല്ലം നിരന്തരമായി പണിയെടുത്തിട്ടും കുട്ടിക്കത് സ്വഭാവം ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ ഒരു പണിഷ്മെൻ്റ് ആവശ്യമായ രൂപത്തിൽ അവൻ്റെ സ്വഭാവത്തിന് ചെറിയ കുഴപ്പമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പുറത്തുനിന്ന് പണിഷ്മെൻറ്റ് കൊടുക്കണം തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് പോസിറ്റീവ് പണിഷ്മെൻ്റാണ്. ഈ 3 വർഷമുള്ള നിരന്തരമായ പരിശ്രമത്തിന് പാരൻസ് തയ്യാറല്ല. ഞാൻ പറയണത്, നിസ്കരിക്കണമെന്ന പാഠം കുട്ടി പഠിക്കേണ്ടത് പാരൻറ്റിൽ നിന്നാകുമ്പോൾ ഇങ്ങനെയാകും. അപ്പോൾ അത് ആസ്വാദകരമായ അനുഭവമാകും, ഇഷ്ടമുള്ള കാര്യമാകും. അപ്പോൾ ചുരുക്കത്തിൽ മതപഠനം നിർവഹിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് തൃപ്തിയുള്ള രൂപത്തിൽ, കുട്ടിയെ അടിച്ചേൽപ്പിക്കാത്ത രൂപത്തിൽ, എന്നാൽ കുട്ടിയെ അടിച്ചേൽപ്പിക്കേണ്ട സന്ദർഭത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് എല്ലാം ആയിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ പരമ്പരാഗത മതപഠന രീതി ആ രംഗത്ത് വളരെ പരിതാപകരമായ രൂപത്തിലാണ് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ പലപ്പോഴും നമ്മൾ കണക്കൂട്ടലെ നമ്മളെ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടാകുന്ന ക്രിമിനൽസ് ആണെങ്കിലും അങ്ങനെയുള്ള ആളുകളാണെങ്കിലും എല്ലാം പരമ്പരാഗതമായ മതപഠനം കിട്ടിയ ആൾക്കാരാണ്. 5ാം ക്ലാസ് വരെയെങ്കിലും മദ്രസ പഠിക്കാത്ത ആൾക്കാരല്ല ഇതൊന്നും ചെയ്യുന്ന ആളുകൾ. പക്ഷെ 5ാം ക്ലാസ് വരെയുള്ള മദ്രസ പഠനത്തിൽ നിന്ന് ഇസ്ലാമികമായൊരു സംസ്കാരം അയാൾക്ക് കിട്ടിയിട്ടില്ല. ആ സംസ്കാരം കിട്ടിയിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല. 5 നേരം നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നിസ്കരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ പിന്നെ തിന്മ ഉണ്ടാവില്ല. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ മുറ്റത്തുകൂടെ ഒരു ശുദ്ധജലപ്രവാഹം, ഒരു നദി ഒഴുകുന്നുണ്ട് എന്ന് കരുതുക. 5 നേരം നിങ്ങളതിൽ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ പിന്നെ വല്ല അഴുക്കും ബാക്കിയാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറഞ്ഞു, ഇല്ല, ബാക്കിയാകൂല. ഇതേപോലെയാണ് നമസ്കാരം. നിങ്ങൾ 5 നേരം കൃത്യമായി നമസ്കരിച്ച് കഴിഞ്ഞാൽ ഒരഴുക്കും ബാക്കിയാകൂല നിങ്ങളിൽ. എന്നാൽ നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മളെന്താണ്?
നിസ്കാരം കഴിഞ്ഞാൽ ചെയ്യേണ്ട അഴുക്കിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മളെ പ്ലാനിങ് അതാണ്. അപ്പം അതെന്തുകൊണ്ടാണ് ഉണ്ടാവണത്? അതുണ്ടാവണത് നമസ്കരിക്കേണ്ട രൂപത്തിൽ നമസ്കരിക്കാൻ നമ്മൾക്ക് പഠിക്കാത്തതുകൊണ്ടാണ്. അതിന് നമുക്ക് പരിശീലനം കിട്ടാത്തതുകൊണ്ടാണ്. ആ പരിശീലനമാണ് സംതൃപ്തമായി നൽകേണ്ടത്. അത് ചെറുപ്പത്തിലെ ആ രൂപത്തിൽ പഠനം തുടങ്ങണം. ആ രൂപത്തിൽ സംതൃപ്തമായ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതിന് നമ്മളും ത്യാഗം കുറച്ച് സഹിക്കേണ്ടി വരും. നമ്മൾ കുട്ടികളോടൊപ്പം നിൽക്കേണ്ടി വരും. അതാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സ്ത്രീകളിൽ ആർക്കും സംശയങ്ങളില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി നജീബ് കടലുണ്ടിയെ ക്ഷണിക്കുന്നു.